ഹരേ കൃഷ്ണ. ശ്രീമദ് രാമായണ സത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടകത്തോട് അനുബന്ധിച്ച് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാമായണം ചർച്ച ചെയ്യുകയാണ്. രാവിലെ രാവണൻ മാരീചനെ കൊണ്ട് സീതാദേവിയെ മോഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സീതാദേവി അതിൽ മോഹിതയായി ശ്രീരാമ ഭഗവാനോട് ആ മായപ്പൊന്മാനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ലക്ഷ്മണസ്വാമിയെ കാവലായിട്ട് നിർത്തുകയും ഭഗവാൻ കുറേ നേരം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കയ്യിൽ നിന്നെല്ലാം ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷെ അന്നേരത്തേക്ക് കയ്യിൽ നിന്ന് പോകും. വീണ്ടും പിടിച്ചു എന്നാവും, അതിന് മുമ്പേ പോകും. അങ്ങനെ പല പ്രാവശ്യം പോകുന്നതായിട്ടൊക്കെ കണ്ടപ്പോൾ ഭഗവാൻ മനസ്സിലായി. ഭഗവാൻ ആദ്യമേ അറിയാം. പക്ഷേ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനും ദേവിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കാര്യമാണ്. അതായത് രാവണനെ ട്രാപ്പിലാക്കാനുള്ള ഒരു പടിയാണ്. രാവണൻ വിചാരിക്കുന്നു ഭഗവാനെയും ദേവിയെയും പറ്റിക്കുകയാണെന്ന്. പക്ഷേ ഭഗവാനും സീതാദേവിയും കൂടെ രാവണനെതിരെ ശക്തമായിട്ടുള്ള ഒരു വല വീശിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ മാത്രമേ ഭഗവാന് തക്കതായിട്ടുള്ളൊരു കാരണം കിട്ടൂ രാവണവധത്തിനായിട്ട്. അന്നേരം സ്വയം അവരവരുടെ തന്നെ കുഴിക്കുക എന്നത് പറഞ്ഞതുപോലെ രാവണൻ സ്വന്തം കുഴി ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീതാദേവി ഇങ്ങനെ ആ ഒരു കുടീരത്തിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ശ്രീരാമചന്ദ്രമൂർത്തി ഉടൻ തന്നെ അസ്ത്രം അയക്കുകയാണ്. ഭഗവാൻ മനസ്സിലായി, ഇത് സാക്ഷാൽ ഭഗവാൻ തീരുമാനിച്ചു, ഇനി കളി മതി, അല്ലേ, ഇവൻ അസ്ത്രം അയച്ച് ഇവനെ വധിക്കാം എന്ന് പറഞ്ഞപ്പോൾ അസ്ത്രം അയച്ചപ്പോൾ ഉടൻ തന്നെ മാരീചൻ ലക്ഷ്മണ സീതേ എന്ന് പറഞ്ഞ് രാമൻ്റെ അതേ സ്വരത്തിൽ തന്നെ അതേ ശബ്ദത്തിൽ കരയുകയാണ്. ഇത് കേട്ട ഉടനെ സീതാദേവി അടുത്ത അഭിനയം തുടങ്ങി. അല്ലേ, ലക്ഷ്മണ ചെല്ലൂ, പെട്ടെന്ന് ചെല്ലൂ, എന്തോ സംഭവിച്ചിരിക്കുകയാണ്, എൻ്റെ രാമൻ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണസ്വാമി ഒട്ടും പോകാൻ കൂട്ടാക്കിയില്ല. പക്ഷേ പല രീതിയിലുള്ള വാക്കുകൾ കൊണ്ടും ലക്ഷ്മണസ്വാമിയെ അധിക്ഷേപിച്ച്, അതും ലീലയുടെ ഭാഗമാണ്. അന്നേരം ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ശ്രീരാമ ഭഗവാനും സീതാദേവിക്കും അറിയാം ലീലകൾ. പക്ഷെ ലക്ഷ്മണസ്വാമി ലീലയെക്കുറിച്ച് കൂടുതൽ ആ ഒരു ഇത് കൊടുത്തില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ലക്ഷ്മണസ്വാമി ഇങ്ങനെ ഡയറക്റ്റ്ലി പറയത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലയിലും ബ്രഹ്മവിമോഹന ലീലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഹ്മദേവൻ ഭഗവാന്റെ കൂട്ടുകാരെയും പശുക്കളെയും എല്ലാം കൊണ്ടുപോയതിനു ശേഷം ഭഗവാൻ 1 വർഷത്തോളം കൂട്ടുകാരുമായിട്ടൊക്കെ കളിച്ചു കഴിക്കുകയാണ്. എല്ലാം ഭഗവാന്റെ തന്നെ വിസ്തരണങ്ങളാണ്. ഭഗവാൻ തന്നെ ഭഗവാന്റെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ ഒരു ബ്രഹ്മദേവൻ കൂട്ടുകാരെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ബലരാമസ്വാമി ഇല്ലായിരുന്നു. കാരണം ബലരാമസ്വാമിയുടെ പിറന്നാളായിരുന്നു അന്ന്. അതുകൊണ്ട് നന്ദഗോപുരം, യശോദ അമ്മയും രോഹിണി മാതാവും ബലരാംജിയെ വിട്ടില്ല. അന്നേരം വീട്ടിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, ദാനധർമാദികളും അതുമൊക്കെ. അന്നേരം അങ്ങനെ ഇരിക്കെ 1 വർഷത്തോളം ഭഗവാനുമായിട്ട് തന്നെയാണ്, ഭഗവാൻ കൂട്ടുകാരായിട്ടും പശുക്കളുമായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ 1 വർഷത്തോളം ആകാറായപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ബലരാംജി എല്ലാവരും കൂട്ടുകാരുമായിട്ടും സ്ഥിരം കളിക്കുന്ന പോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നത്, ഏതാണ്ട് 1 വർഷം ആവാറായി. അതേ പറഞ്ഞു, ഇതെല്ലാം കൃഷ്ണ എന്തോ ഒരു അത്ഭുതം എന്ന് എനിക്ക് തോന്നുന്നു, ഇതൊക്കെ നീ തന്നെയല്ലേ എന്ന് പറഞ്ഞ് ബലരാംജി പോലും പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ എവിടെ പോയി? അന്നേരമാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ബലരാംജി എടുത്ത് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ കൃഷ്ണനും ബലരാമനുമായിട്ട് വ്യത്യാസമില്ല. കൃഷ്ണൻ തന്നെയാണ് ബലരാമൻ. കൃഷ്ണൻ്റെ വിസ്തരണമാണ് ബലരാംജി. പക്ഷെ ആ ബലരാംജിക്ക് പോലും കൃഷ്ണൻ്റെ ലീലയെക്കുറിച്ച് അറിയത്തില്ല. അത്രയ്ക്ക് രഹസ്യമാണ് ഭഗവാന്റെ ലീലകളൊക്കെ. അതേപോലെ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ ലീലയുടെ ഭാഗമായിട്ട്
രാവണനെ വീഴ്ത്താൻ വേണ്ടി ഭഗവാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ലക്ഷ്മണസ്വാമി കൂടുതലായിട്ട് അറിയുന്നില്ല. അത് ചിലപ്പോൾ ലീലയുടെ ഭാഗമായിട്ട് എല്ലാം അറിഞ്ഞിട്ടും ഭഗവാൻ അറിയാതിരിക്കുന്നതാണോ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്തൊക്കെയോ ലക്ഷ്മണസ്വാമി പൊതുവെ അഭിനയിക്കാൻ അത്ര താല്പര്യമില്ലാത്ത ആളാണ്. എന്തു വന്നാലും സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കുക, അല്ലേ? അതാണ് ഭഗവാന്റെ ഒരു പ്രകൃതം. അതുകൊണ്ടായിരിക്കാം അഭിനയിക്കാൻ അറിയത്തില്ല എന്നായിരിക്കും, അല്ലേ, ഭഗവാന്റെ വിചാരം. അതുകൊണ്ട് ഇദ്ദേഹത്തിനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. രാവണനെ എടുത്തിട്ട് അന്നേരം തന്നെ ഇടിച്ചു കളഞ്ഞാലോ. കാരണം അത്രയ്ക്ക് ബലരാംജിക്ക് ലക്ഷ്മണസ്വാമിക്ക് ഭഗവാനോട് സ്നേഹമാണ്. അതുകൊണ്ട് ഗുരുതത്വം എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ഭക്തർക്ക് എപ്പോഴും ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷൻസാണ്. അതുകൊണ്ട് ഭഗവാൻ പൊതുവേ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ഭക്തരോട് പറയാറില്ല. ഭക്തരെപ്പോഴും ഭഗവാന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഭഗവാനും ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പൊതുവേ അഭക്തർക്ക് ഭഗവാനെ മനസ്സിലാകാൻ പറ്റത്തില്ല. ഇനി ഭക്തരുമായിട്ടും ഭഗവത് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും പറയാറില്ല. കാരണം എന്താണ്? ഭക്തർ ഒരുപാട് ഇമോഷണൽ ആവും ഭഗവാനെ കുറിച്ച് ഓർക്കുമ്പോൾ. അങ്ങനെയൊക്കെ അന്നേരം ഭക്തർക്ക് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അഭക്തർക്ക് പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് ഭഗവത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ പൊതുവേ ഭഗവാൻ അതൊരു സീക്രട്ടായിട്ട് തന്നെ വെച്ചിരിക്കും. പൊതുവേ ഭക്തർക്ക് ഒരു അത്ഭുതം കൊടുക്കാൻ ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കും. ഇപ്പോൾ സർപ്രൈസസ് കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആരോടും അറിയിക്കാറില്ല. അവർ ആ ഒരു പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷമില്ലേ, അതേപോലെ അന്നേരം ഭഗവാനും ഭക്തർക്ക് സർപ്രൈസസ് കൊടുക്കുന്നത് വളരെ ഇഷ്ടമാണ്. കുചേലനായിരുന്നു തന്നെ അറിഞ്ഞില്ലേ? കുചേലൻ സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞതുമില്ല, ഭഗവാനോട്ട് ചോദിച്ചതുമില്ല. അവസാനം കുചേലൻ പോകുമ്പോഴും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും കുഴപ്പമില്ല, ഭഗവാനോട്ട് കുറച്ചു നേരമെങ്കിലും ഇരിക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം അങ്ങ് പോവുകയാണ്. പക്ഷെ ഭഗവാൻ അതിനു മുമ്പേ എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴേ പറഞ്ഞ എല്ലാം ആ ഒരു സന്തോഷം, ആ ഒരു മുഖത്തുള്ള ആ ഒരു ആനന്ദം, ഒരു സർപ്രൈസ് ഭഗവാൻ കൊടുക്കാൻ. സർപ്രൈസ് എപ്പോഴും സർപ്രൈസ് ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഭഗവാൻ ഒന്നും അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? കാരണം പെട്ടെന്ന് നമുക്ക് കിട്ടുമ്പോൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആനന്ദം വരുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ എപ്പോഴും സർപ്രൈസിൻ്റെ ആശാനാണ്. നമ്മളോട് എപ്പോഴും ഒന്നും പറയത്തില്ല, പക്ഷേ കറക്റ്റ് സമയത്ത് എത്തേണ്ട രീതിയിൽ, എത്തേണ്ട സ്ഥലത്ത്, എത്തേണ്ട സമയത്ത്, എത്തേണ്ട രീതിയിൽ ഭഗവാൻ എത്തിയിരിക്കുള്ളൂ. അതാണ് ഭഗവാന്റെ ഒരു സ്റ്റൈൽ. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ സർപ്രൈസിൻ്റെ ആളാണ്. എന്നാൽ ഇവിടെയും ലക്ഷ്മണസ്വാമി എന്തോ ഭഗവാന്റെ ആ ലീലകളെക്കുറിച്ച് പൂർണ്ണമായിട്ടും ആ ഒരു നിഗൂഢതകളിലേക്ക് ഭഗവാൻ കൂടുതൽ പ്രവേശിക്കാറില്ല. ഭഗവാന്റെ റോള് നല്ല ഭംഗിയായിട്ട് ആടുമെന്നുള്ളതാണ് ലക്ഷ്മണസ്വാമി. അന്നേരം സീതാദേവി പറഞ്ഞു, നിനക്ക് എന്നോട് തെറ്റായിട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലേ, വികാരം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും അന്നേരം ലക്ഷ്മണസ്വാമിക്ക് ഒരുപാട് വിഷമമാകുകയും അങ്ങനെ ലക്ഷ്മണസ്വാമി ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. രാമായണം തന്നെ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ടെന്നറിയാം. രാമായണത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ വലിയൊരു ഭക്തനുണ്ട്, കാക്ക രൂപത്തിൽ. ഭൂഷുണ്ഡി എന്നാണ് പറയുന്നത്. കാകഭൂഷുണ്ഡി. ഇത് വാൽമീകി രാമായണത്തിലല്ല, തുളസീദാസ് രാമായണത്തിലാണ് വരുന്നത്. എന്താണ് വാൽമീകി രാമായണവും തുളസീദാസ് രാമായണവുമായിട്ട് വ്യത്യാസം? വാൽമീകി രാമായണം കൂടുതലും ഒരു ഒഫീഷ്യൽ രീതിയിലാണ് പോകുന്നത്, ഔപചാരികപരമായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തുളസീദാസ രാമായണത്തിൽ മാധുര്യം കൂടുതലാണ്. ഭഗവാന്റെ ബാലലീലകളും അങ്ങനെ കുറേ കാര്യങ്ങളും ഭക്തരുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന രാമായണമാണ് തുളസീദാസ രാമായണം. ഹനുമാൻ ചാലിസ വരുന്നത് തുളസീദാസ് രാമായണത്തിലാണ്. അത് തുളസീദാസ് എഴുതിയതാണ് ഹനുമാൻ ചാലിസ. അതിൻ്റെ ഒരു ഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ തുളസീദാസ് എഴുതിയതാണ് ഹനുമാൻ ചാലിസ. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഹനുമാൻ സ്വാമിയുടെ രക്ഷയ്ക്കായിട്ട്, ഹനുമാൻ സ്വാമിയുടെ രക്ഷ തേടിക്കൊണ്ട്
എഴുതിയതാണ് ആ ഒരു ചാലിസ, ഹനുമാൻ ചാലിസ. തുളസിദാസ് ഭഗവാന്റെ വലിയ ഭക്തനാണ്, ശ്രീരാമചന്ദ്രമൂർത്തിയുടെ. അന്നേരം അദ്ദേഹം എഴുതിയ രാമായണത്തിന് മാധുര്യം കൂടുതലാണ്. നമുക്ക് അടുത്ത രാമായണം വേണമെങ്കിൽ തുളസിദാസ രാമായണം ചർച്ച ചെയ്യാം. വലിയ മാധുര്യമാണ്, ഒരുപാട് ഭഗവാന്റെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ചർച്ച ചെയ്യുന്ന രാമായണമാണ് തുളസിദാസ രാമായണം. വാൽമീകി രാമായണം കൂടുതലും ഔപചാരികപരം, അതിൽ മാധുര്യം ഇല്ലെന്നല്ല, മാധുര്യമുണ്ട്. പക്ഷെ എന്നാലും രാമായണം തന്നെ പല പല വെർഷൻസ് ഉണ്ട്. അതിൽ ഉത്തരകാണ്ഡത്തിൽ ഭൂഷുണ്ഡി, കാകഭൂഷുണ്ഡി എന്ന് പറയുന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഭക്തരിൽ ഒരുപാട് ഭക്തരുണ്ട്. അതിൽ ഒരു കാക്കയും ഉണ്ട്. കാക്കയും ഭഗവാന്റെ ഭക്തനാണ്. പക്ഷേ ഈ കാക്ക എന്ന് പറയുന്നത് നിസ്സാര കാക്കയല്ല. ഈ കാകഭൂഷുണ്ഡി എന്ന് പറയുന്ന ഒരു കാക്കയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇതിഹാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം അയോധ്യയിൽ തന്നെ വലിയൊരു അയോധ്യവാസിയായിരുന്നു. അദ്ദേഹം അയോധ്യയിലൊരു പ്രജയായിരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു അയോധ്യയിൽ. അവിടെ അദ്ദേഹത്തിനൊരു ഗുരു ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം രാമനെ ഇഷ്ടമല്ല. അയോധ്യയിലാണ് താമസിക്കുന്നത്, പക്ഷെ രാമനെ ഇഷ്ടമല്ല. ഇദ്ദേഹം ശിവ ഉപാസകനായിരുന്നു. അന്നേരം ഇദ്ദേഹം എന്തൊക്കെ പറഞ്ഞു, ഗുരു പല രീതിയിലും പറയും, രാമൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ, എന്തൊക്കെ പറഞ്ഞാലും കേൾക്കത്തില്ല. രാമനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. രാമനോട് അത്ര വിശ്വാസമൊന്നുമില്ല. ഇദ്ദേഹം ഒരു ദിവസം അമ്പലത്തിൽ മഹാദേവൻ്റെ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ധ്യാന നിമഗ്നനായിട്ടിരിക്കുകയാണ്. ധ്യാന നിമഗ്ന അവസ്ഥയിലിരുന്നപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരു അവിടെ വരികയാണ്. ഗുരു വന്നപ്പോൾ കണ്ടു, അറിഞ്ഞു, പക്ഷേ കണ്ട ഭാവം നടിച്ചില്ല. എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ പക്ഷേ ധ്യാനിക്കുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നു. ഗുരു വന്നത് നോക്കിയത് പോലുമില്ല. ഇത് മഹാദേവന് ഇഷ്ടപ്പെട്ടില്ല. മഹാദേവൻ ഉടൻ തന്നെ പറഞ്ഞു, നീ ഒരു സർപ്പമായി പോകട്ടെ. നീ എൻ്റെ രാമനെ നിനക്ക് ഇഷ്ടമല്ല, അതും പോരാഞ്ഞ് നിനക്ക് നല്ല വചനങ്ങൾ പറഞ്ഞു നൽകുന്ന നിൻ്റെ ഗുരുവിനെ നീ അധിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് നീ എൻ്റെ ഉപാസകനാന്ന് പറഞ്ഞു നടക്കുന്നത് വെറുതെയാണ്, ഇത് വെറും കാപട്യമാണ്. നീ ഒരു സർപ്പമായി പോകട്ടെ. നോക്കണേ, ആരോടാ കളി? മഹാദേവനോടാ കളി. സദാ രാമനാമം ജപിക്കുന്ന അദ്ദേഹത്തിനോടാണ് കളി, അല്ലേ? ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, ഭഗവത് ഭക്തിയിൽ താല്പര്യമില്ല, പക്ഷേ മഹാദേവ ഭക്തനാണ്, ഞാൻ ശിവ ഉപാസകനാണ്, ഞാൻ ശിവഭക്തനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ വെറും അഭിനയിക്കുന്ന ആൾക്കാരാണ്. രാവണൻ്റെ സ്വഭാവമാണ് ഇവരൊക്കെ. രാവണൻ അങ്ങനെയല്ലേ? മഹാദേവനെ അംഗീകരിക്കും, പക്ഷേ ഭഗവാനെ അംഗീകരിക്കത്തില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് മഹാദേവനെ അംഗീകരിക്കാൻ താല്പര്യമില്ല. ഇതൊക്കെ അഭിനയമാണ് അവരുടെ മാത്രം. യഥാർത്ഥ ഭക്തിയൊന്നുമല്ല, കാപട്യ ഭക്തിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം മഹാദേവന് വലിയ ദേഷ്യമായി, അങ്ങനെ ശപിച്ചു, നീ ഒരു സർപ്പമായി പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി ഈ ഭൂഷുണ്ഡിക്ക്. അങ്ങനെ ഗുരുവിനും വലിയ വിഷമമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ. രണ്ടുപേരും കൂടെ ആ ഗുരു വീണ്ടും അഭ്യർത്ഥിച്ചു, മഹാദേവനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ ഭൂഷുണ്ഡിക്കും തെറ്റ് ബോധ്യമായി, അങ്ങനെ ക്ഷമ ചോദിച്ചു. അങ്ങനെ അതും കൂടാതെ ആ ഒരു ഭൂഷുണ്ഡി എന്നല്ലായിരുന്നു പേര്, വേറൊരു പേരാണ്. അങ്ങനെ പിന്നെ ഈ ഗുരുവിൽ നിന്ന് വീണ്ടും രാമൻ്റെ കഥകളൊക്കെ കേൾക്കുകയും കുറേ കുറ്റബോധമൊക്കെ തോന്നിയപ്പോൾ എന്തായി, അങ്ങനെ മഹാദേവൻ ക്ഷമ കൊടുക്കുകയാണ്. മഹാദേവൻ പറഞ്ഞു, എന്തായാലും എൻ്റെ ശാപം വെറുതെ ആകത്തില്ല. നീ ഒരു ജന്മം സർപ്പമായിട്ടെടുക്കും, അതിനുശേഷം 1000 ജന്മങ്ങൾ നീ എടുക്കുമെന്ന് പറഞ്ഞു. നോക്കണേ, 1000 ജന്മങ്ങൾ പല പല രൂപങ്ങളായിട്ട് നീ എടുക്കും. അതിനുശേഷം നീ രാമഭക്തനായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു രാമനെക്കുറിച്ച് കേട്ടു. അതിനുശേഷം സർപ്പമായതിനു ശേഷം 1000 ജന്മങ്ങൾ എടുത്തു.
1000 ജന്മങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം അയോധ്യയിൽ അവിടെ ഇവിടേക്ക് ജനിച്ചു. അവസാനം അയോധ്യയിൽ വീണ്ടും ജനിച്ചു. അവിടെ ഒരു ബ്രാഹ്മണനായിട്ട് വീണ്ടും ജനിക്കുകയാണ്. അതിനു മുമ്പേ ശൂദ്രനായിട്ട് ജനിച്ചു. അയോധ്യയിൽ പല പ്രാവശ്യം ജനിച്ചു. അവസാനം വീണ്ടും അയോധ്യയിൽ ബ്രാഹ്മണനായിട്ട് ജനിച്ചു. ആ സമയത്ത് രാമായണം ഒരുപാട് കേട്ടു എന്നുള്ളതാണ്. നല്ല വിസ്തരിച്ച് ഒരുപാട് കേട്ടു. രാമനങ്ങ് ഹൃദയത്തിലോട്ടങ്ങ് പ്രതിഷ്ഠിതമായി. പിന്നെ രാമനെ മറക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഭക്തിയായി. 1000 ജന്മങ്ങൾ എടുത്തു ആ ഒരു രാമഭക്തിയിലേക്ക് ഉറച്ചു നിൽക്കാൻ. ആ സമയത്ത് ലോമസ് ഋഷിയുടെ ശിഷ്യനായിട്ടാണ് ഇദ്ദേഹം വന്നത്. എന്നിട്ട് ലോമസ് ഋഷി പല പ്രാവശ്യവും തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പല രീതിയിലും നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ആചരിക്കൂ ആരാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് അതിനൊന്നും താല്പര്യമില്ല. കാരണം അതിനപ്പുറത്താണല്ലോ ഭഗവാൻ. ഇദ്ദേഹം പല രീതിയിലും അങ്ങനെ നിർഗുണ നിരാകാര രൂപത്തെക്കുറിച്ചൊക്കെ പറയും. ഇദ്ദേഹത്തിന് രാമൻ മതി. അങ്ങനെ ഭൂഷുണ്ഡി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭക്തിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. രാമനെ തന്നെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാക്കി. അന്നേരം ഈ ഒരു ഭൂഷുണ്ഡിയെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം വാൽമീകി ഋഷി രാമായണം എഴുതുന്നതിന് മുമ്പേ രാമായണം ലോകം മുഴുവൻ അറിയിച്ച ഒരു കാക്കയാണിത്. കാക്കയെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ആ കാക്കയെ നമ്മൾ നമസ്കരിക്കണം. ഇത്രയും മഹാഭക്തനാണ് അദ്ദേഹം. എത്രയോ രാമനെ അദ്ദേഹം കണ്ടിരിക്കുന്നു. എത്രയോ പ്രാവശ്യം രാമൻ്റെ കൂട്ടത്തിൽ കളിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അത്ഭുതകരമായിട്ടുള്ളൊരു കാക്കയാണ്. 1000 ജന്മങ്ങൾ പിന്നിട്ടു ഇദ്ദേഹം. അതിനുശേഷം ഈ ഒരു കാക്കയുടെ അദ്ദേഹം ഇങ്ങനെ ബ്രാഹ്മണനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഹൃദയത്തിൽ എപ്പോഴും രാമനെ കുറിച്ച് ധ്യാനിച്ചിരിക്കും. അന്നേരം പല രീതിയിലുള്ള നിർഗുണ നിരാകാര രൂപത്തെക്കുറിച്ച് പറഞ്ഞാലും ഏക്കത്തില്ല. അദ്ദേഹം വീണ്ടും രാമൻ്റെ അടുത്തേക്ക് വരും. രാമായണം വീണ്ടും പറയും. വീണ്ടും പഴയ രീതിയിൽ തന്നെ രാമഭക്തിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ള. വീണ്ടും തത്വം പറയും. വീണ്ടും രാമൻ്റെ അടുത്ത് വരും. അങ്ങനെ ഇദ്ദേഹത്തിന് വലിയ ദേഷ്യമായി. ആർക്ക്? ലോമസ് ഋഷിക്ക്. കാരണം ഭഗവത് ഭക്തി ഏറ്റവും ഉയർന്നതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഭക്തർക്ക് മാത്രമേ പറ്റൂ. അല്ലാതെ മുനി ശ്രേഷ്ഠന്മാർക്ക് പോലും ഭക്തിയെക്കുറിച്ച് അറിയത്തില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ പരമോന്നത തലമാണ്. ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന ഭക്തരാണ്. ഹനുമാൻ സ്വാമി നോക്കൂ. ലക്ഷ്മണസ്വാമി പോലും ഭഗവാന്റെ ഭക്തനാണ്. സീതാദേവി ഭഗവാന്റെ ഭക്തയാണ്. ഹനുമാൻ സ്വാമി. അന്നേരം ഭക്തർക്ക് മാത്രമേ ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ യോഗ്യതയുള്ളൂ. അല്ലാതെ ഋഷിമാരായാലും ശരി, ആരായാലും ശരി, അവരൊക്കെ ദൂരെയാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ ഭഗവാന്റെ സ്ഥാനം എന്താണ്. അങ്ങനെ ഇദ്ദേഹത്തിന് വലിയ ദേഷ്യമായി ലോമസ് ഋഷിക്ക്. ലോമസ് ഋഷി ശപിച്ചു, നീ ഒരു കാക്കയായി പോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം വീണ്ടും ഒരു ശാപം കിട്ടിയപ്പോൾ ശ്രീരാമ ഭഗവാന് വലിയ വിഷമമായി. എൻ്റെ പാവം ഭക്തൻ ഇത്രയും ജന്മങ്ങളായിട്ട് എൻ്റെ ഭക്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോമസ് ഋഷിക്കും വലിയ കുറ്റബോധമായി. പക്ഷേ ഭൂഷുണ്ഡിക്ക് കുറ്റമൊന്നും തോന്നിയില്ല. ഭൂഷുണ്ഡിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു ജന്മം സഫലമായി, എനിക്കിങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ അദ്ദേഹം ഒരു കാക്കയുടെ രൂപം ധരിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിന് അതിൽ നിന്നൊക്കെ മോക്ഷം കിട്ടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, താല്പര്യമില്ല. ഞാൻ രാമചരിതം കേട്ട് സന്തുഷ്ടനാണ്, രാമചരിതം പറഞ്ഞ് സന്തുഷ്ടനാണ്. ഇദ്ദേഹം ഗരുഡന് വരെ രാമായണ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ത്രിലോകങ്ങളിലെല്ലാം അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് ശ്രീരാമചരിതം പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറന്ന് നടക്കും. ഈ കാക്ക അദ്ദേഹത്തെ കാണാൻ പറ്റുകയും കൊള്ളായിരുന്നു അല്ലേ. അന്നേരം ശ്രീരാമ ഭഗവാൻ അയോധ്യയിൽ വരുമ്പോഴെല്ലാം കുട്ടിക്കാലത്ത് ഈ കാക്ക വേഷം മാറി കൊച്ചു കാക്കയായിട്ട് അദ്ദേഹം അയോധ്യയിൽ ചെല്ലും. എന്നിട്ട് ഭഗവാന്റെ കൂട്ടത്തിൽ കളിക്കും. ഭഗവാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ പാത്രത്തിൽ നിന്ന് ഭഗവാൻ കഴിച്ചതിൻ്റെ അവശിഷ്ടമൊക്കെ കഴിക്കും. ഭഗവാൻ പല രീതിയിൽ പിടിക്കാൻ നോക്കും. അന്നേരം ഓടി രക്ഷപ്പെടും. എന്നിട്ട് വീണ്ടും അടുത്ത് വരും. വീണ്ടും ഭഗവാൻ പിടിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള കളികൾ തമ്മിൽ നടത്തുമെന്നുള്ളതാണ്. അങ്ങനെ ശ്രീരാമ ഭഗവാന്റെ ബാലലീലകൾ ആസ്വദിക്കാനുള്ള
മഹാഭാഗ്യം ലഭിച്ച ഒരു അത്ഭുത കാക്കയാണ് ഭൂശുണ്ഡി, കാകഭൂശുണ്ഡി എന്ന് പറയുന്നത്. കാക എന്ന് പറഞ്ഞാൽ കാക്ക, കാകഭൂശുണ്ഡി. അത് രാമചരിതമാനസത്തിൽ ഇവിടെ തുളസിദാസ് എഴുതിയ രാമായണത്തിൽ വരികയാണ്. അങ്ങനെ ഭഗവാനുമായിട്ട് കുട്ടിക്കാലത്ത് എല്ലാ പ്രാവശ്യവും ഇദ്ദേഹം 11 പ്രാവശ്യം രാമായണ ലീല കണ്ടിട്ടുണ്ട്, കൺമുന്നിൽ, തുടക്കം മുതൽ ഭഗവാൻ ഈ ലോകം പോകുന്നത് വരെ. 16 പ്രാവശ്യം മഹാഭാരതം കണ്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതെല്ലാം കണ്ട് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രാവശ്യവും ഭഗവാന്റെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ബാലലീലകൾ നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കും എന്നുള്ളതാണ്. ഭഗവാന് വേണ്ടി കളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം രാമൻ്റെ ബാലലീലകളാണ്. നമുക്കെങ്ങും കേൾക്കാൻ പറ്റത്തില്ല അല്ലേ? വാൽമീകി ഋഷിയുടെ രാമായണത്തിൽ പോലും അതില്ല. ഭഗവാന്റെ രസകരമായിട്ടുള്ള കുറേ ബാലലീലകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഭഗവാൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാക്കയുടെ രൂപം എടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ എത്തും. ഭഗവാന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞിരിക്കും. ശ്രീരാമചന്ദ്രമൂർത്തിക്ക് വലിയ സന്തോഷമാണ്. പല രീതിയിൽ പിടിക്കാൻ നോക്കും, അന്നേരം വഴുതി അങ്ങ് പോകും. എന്നിട്ട് ഒരിക്കൽ ശ്രീരാമചന്ദ്രമൂർത്തി കാക്കയ്ക്ക് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഭഗവാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എന്തോ റൊട്ടി എന്തോ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. കാക്ക എന്ത് ചെയ്യും? ഭഗവാന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പറക്കും. അന്നേരം ഭഗവാന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കാക്ക പറക്കും. ഭഗവാൻ വിട്ടുകൊടുക്കും. ഭഗവാൻ പുറകെ പോയി. കുഞ്ഞായിട്ടിരിക്കുകയാണ് ഭഗവാൻ. അന്നേരം ഈ കാക്ക ത്രിലോകങ്ങളിലെല്ലാം ഇങ്ങനെ പറന്ന് നടന്നു. രാമൻ പുറകെ വിടാതെ പുറകുവാണ്. ത്രിലോകങ്ങളിലെല്ലാം പോയതിനു ശേഷം തിരിച്ച് ശ്രീരാമചന്ദ്രമൂർത്തി അയോധ്യയിലേക്ക് എത്തുമ്പോൾ കാക്ക പറന്ന് തിരിഞ്ഞ് അയോധ്യയിലെത്തിയപ്പോൾ അയോധ്യയിൽ തന്നെ ഉണ്ട്, എങ്ങും പറന്നിട്ടില്ല. അങ്ങനെ നേരെ കാൽക്കാൽ വീണു. കാക്കയ്ക്ക് വലിയ ഇഷ്ടമായി ഭൂശുണ്ഡി. അങ്ങനെ ഇത് ജയന്തനല്ല, ജയന്തൻ ഒരു വൃത്തിയുടെ കഥാപാത്രമാണ്. അത് ഇന്ദ്രൻ്റെ മകനാണ്. അത് വേറെ കാക്കയാണ്, ഇത് ആ കാക്കയല്ല. ഇത് ഭൂഷുണ്ഡി എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മഹാഭക്തനാണ്. മഹാഭക്തൻ. വാൽമീകി ഋഷിക്ക് അറിയുന്നതിന് മുമ്പേ രാമനെക്കുറിച്ച് അറിയാവുന്ന ഒരു ഭക്തനാണ്. ത്രിലോകങ്ങളെല്ലാം രാമനെക്കുറിച്ച് പറഞ്ഞ മഹാഭക്തനാണ്. എന്നാൽ ഇന്നത്തെ രാമായണം അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാകഭൂഷുണ്ഡി കി ജയ്. അന്നേരം അദ്ദേഹം ശ്രീരാമചരിത കഥകളൊക്കെ പലയിടത്തും ഇങ്ങനെ പറഞ്ഞ് നടക്കും. ഗരുഡന് വരെ ആ ഒരു ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു കാക്കയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് രാമചരിത മാനസത്തിലാണ് വരുന്നത്. അത് ഞാൻ അതാ പറഞ്ഞത്, വാൽമീകി രാമായണത്തെക്കാട്ടിയും മാധുര്യം കൂടും രാമചരിത മാനസത്തിൽ. മാധുര്യം കൂടുതലാണ്. കാരണം ഹൃദയം, ഭക്തി കൂടുതലും, ഇമോഷൻസും ഫീലിങ്സും വരുന്ന ഒരു ചരിത്രമാണ് രാമചരിത മാനസം. അന്നേരം നമുക്ക് വീണ്ടും ആരംഭിക്കാം ഇന്നത്തെ രാമായണം. അങ്ങനെ സീതാദേവി ലക്ഷ്മണനെ പറഞ്ഞ് അയക്കുകയാണ്. ചെല്ലു, നോക്കൂ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ലക്ഷ്മണസ്വാമി അവിടെ ഒരു വര വരച്ചിട്ട് പറയുകയാണ്, ദേവി എനിക്കറിയാം ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണത്തില്ല. പക്ഷെ എന്നാലും ഒരേ ഒരു അഭ്യർത്ഥനയാണ്, ദയവ് ചെയ്ത് ഈ ഒരു വര ക്രോസ് ചെയ്യാതിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണസ്വാമി നേരെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് പോവുകയാണ്. ഇത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അങ്ങനെ രാവണൻ എത്തുകയും
സീതാദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുകയും പിന്നെ സീതാദേവിയും രാവണനുമായിട്ട് തർക്കം നടക്കുകയും അതിനുശേഷം രാവണൻ പല രീതിയിലും സീതാദേവിയെ പ്രലോഭിപ്പിക്കാൻ നോക്കുകയും അങ്ങനെ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോവുകയാണ് രാവണൻ. നമുക്ക് നോക്കാം, അവിടെ മുതൽ ആരംഭിക്കാം. നാൽപ്പത്തിയൊമ്പതാമത്തെ സർഗം മുതലാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. സീതായ വചനം ശ്രുത്വാ ദശഗ്രീവ പ്രതാപവാൻ ഹസ്തേ ഹസ്തം സമാഹത്യ ചകാര സുഹത വപൂ. സീതാദേവിയുടെ വചനങ്ങളൊക്കെ കേട്ടതിന് ശേഷം ദശാരനായിട്ടുള്ള രാവണൻ ഉടൻ തന്നെ വീണ്ടും നല്ലതുപോലെ ഇങ്ങനൊരു കൈയടിച്ചു രാവണൻ. എന്നിട്ട് സ്വന്തം ഭീകരമായിട്ടുള്ള 10 തലയും 20 കൈകളുമായിട്ടുള്ള രൂപം എടുത്തു. ആരും ഭയപ്പെടുന്ന ആ രൂപം. സവൈതിലീം പുനാവാക്യം ഭവാഷേ വാക്യം ഗോവിത ന ഉന്മത്യാശ്രുതോ മന്യേ മമ വീര്യപരാക്രമോ. വീണ്ടും മൈഥിലിയെടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. സീതയെ, നിനക്ക് എന്നെ അറിയത്തില്ല. നിന്റെ ആ ഒരു രാമനെക്കുറിച്ചുള്ള ഒരു ഭ്രാന്ത് നിർത്തൂ. ഉദ്വഹേയം ഭുജാഭ്യാം തു മേദിനീം അംബരേ സ്ഥിത ആവിഭേയം സമുദ്രം ച മൃത്യും ഹന്യം രണേ സ്ഥിത. ഞാൻ ആകാശത്ത് നിന്നുകൊണ്ട് 2 കൈകൾ കൊണ്ട് മുഴുവൻ ഭൂമിയെ പൊക്കാൻ പറ്റും. എനിക്ക് മുഴുവൻ സമുദ്രത്തെയും വറ്റിക്കാൻ പറ്റും ഒറ്റ നിമിഷം കൊണ്ട്. യമരാജനെ പോലും കൊല്ലാൻ എനിക്ക് പറ്റും എന്നാണ് പറയുന്നത്. അകർമ്മം ദുദ്ധ്യാമശരൈ തീക്ഷണേർ വിവിധ്യാം ഹി മഹീതലം കാമരൂപിണീം ഉന്മത്തേ പശ്യമാം കാമദമ്പതീം. സൂര്യനെ 2ആയിട്ട് പിളർക്കാൻ പറ്റും, ഭൂമിയെ 2ആയിട്ട് പിളർക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടമുള്ള ഏത് രൂപം എടുക്കാം. അതുകൊണ്ട് ഞാനല്ലേ നിന്റെ ഭർത്താവാകേണ്ടത്. ഇതേപോലെയാണ് എല്ലാ ദേവന്മാരുടെ ഭാര്യയും ഒന്നീ ബലാത്കാരേണ അല്ലെങ്കിൽ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് അവൻ സ്വന്തമാക്കിയത്. അതിൽ വീഴാത്ത പത്നിമാരില്ല. പൊതുവേ തട്ടിക്കൊണ്ട് വരുമ്പോഴേ എല്ലാവരും വീഴും എന്നുള്ളത്. അന്നേരം സീതാദേവിക്ക് 2 രീതി നമ്മൾ ചിന്തിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് രാവണനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ അടുത്ത ലെവൽ നമുക്ക് പാഠം നൽകുകയാണ്. ഇങ്ങനെ നമ്മൾ തെറ്റിപ്പോവും, ഭഗവാനിൽ നിന്ന് വഴിതെറ്റിപ്പോവും എന്ന് മനസ്സിലാക്കി. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ആണെങ്കിലും സീതാദേവിക്ക് അറിയത്തില്ല ഇത് മാരീചനാണെന്ന്. അതുകൊണ്ട് സീതാദേവിക്ക് തെറ്റുപറ്റി. ഇനി രാവണനാണെന്ന് അറിഞ്ഞു. രാവണൻ ഇത്രയും രീതിയിൽ സീതാദേവിയോട് പറയുകയാണ്, ഞാൻ ഏറ്റവും ശക്തനാണ്. പക്ഷെ എന്നിട്ടും മനസ്സിലായില്ലേ? എന്നിട്ടും സീതാദേവി വഴങ്ങിയില്ല രാവണൻ്റെ മുമ്പിൽ. ഇതിനു മുമ്പേ എത്രയോ നാരീജനങ്ങൾ രാവണൻ്റെ മുമ്പിൽ വഴങ്ങിക്കൊടുത്തു, വേറെ ഉപായമില്ലാതെ. പക്ഷെ സീതാദേവിയുടെ ഉറച്ച തീരുമാനം നോക്കണേ. അവിടെയാണ് സീതാദേവിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അതേപോലെ നമ്മളും ചിലപ്പോൾ മായയിൽ പെട്ടുപോകും, വഴിതെറ്റി സ്ലിപ്പായി വീണു പോകും. സ്ലിപ്പായി വീണിട്ട് അയ്യോ ഞാൻ വീണേ ഇങ്ങനെ വീണ് കിടന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ എഴുന്നേക്കണം. വഴിതെറ്റി പോകും, പക്ഷെ വീണേന്ന് പറഞ്ഞ് കിടക്കരുത്, എഴുന്നേക്കാൻ ശ്രമിക്കുക. അവിടെ പിന്നെ നിൽക്കരുത്. ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ല, വീണ്ടും വീണ്ടും നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടണം. അന്നേരം സീതാദേവി തെറ്റുപറ്റി എന്ന് നമുക്ക് തോന്നും. നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരാനായിട്ട് സീതാദേവിക്ക് ഒരു തെറ്റ് പറ്റിയതായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. അതേപോലെ അറിഞ്ഞോ അറിയാതെയോ നമ്മളും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് സംഭവിക്കും. പക്ഷേ തെറ്റുകളെ ന്യായീകരിച്ച് അവിടെ തന്നെ ഇരിക്കരുത്. നമ്മുടെ ഒരു സ്വഭാവം ഇങ്ങനെയുണ്ട് അല്ലേ? ഉദാഹരണത്തിന് ഇന്ന് ഏകാദശിയാണ്.
ഇന്ന് ഏകാദശി അല്ല, ആണെന്ന് വിചാരിക്കുക. അമ്മോ, ഏകാദശിയെക്കുറിച്ച് വലിയ കൺഫ്യൂഷൻ. ഇന്ന് ഏകാദശിയാണെന്ന് വിചാരിക്കുക. അന്നേരം ഇന്ന് ഏകാദശി ആണെങ്കിൽ, ഞാൻ ഒരിക്കൽ ഒരു ഭക്തരുടെ അടുത്ത് പറഞ്ഞ ഇന്ന് ഏകാദശിയാണ്, അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇനി ഏകാദശി എടുത്താൽ മതി. അയ്യോ അതെങ്ങനെയാ, രാവിലെ ഞാൻ കഴിച്ചുപോയി. അതേ പറയാം, അത് കുഴപ്പമില്ല, ഇനി നോക്കിയോടെ. അത് ശരിയാവത്തില്ല, ഇനി എന്തായാലും അടുത്ത ഏകാദശി നോക്കാം. രാവിലെ കഴിച്ചു പോയി, അതറിയാതെ കഴിച്ചു, ഇനിയെങ്കിലും ബാക്കി ഏകാദശി, അത് ശരിയാവത്തില്ല, ഇന്നത്തെ ഏകാദശി പോയി, ഇനി അടുത്ത ഏകാദശി നോക്കാം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ചിലവർ തെറ്റ് ചെയ്യും, തെറ്റ് ചെയ്തിട്ട് അതിനെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് ആ വീണെടുത്ത് കിടന്നിട്ട് പിന്നെ എന്താ പറഞ്ഞേ, ഒരു ന്യായീകരിച്ചുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു, എന്തായാലും തെറ്റുപറ്റി, ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നടക്കും. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. എന്തായാലും തെറ്റുപറ്റി എന്ന് പറഞ്ഞ് തെറ്റ് വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അതാണ് ഇവിടെ മനസ്സിലായി. അന്നേരം സീതാദേവിക്ക് തെറ്റുപറ്റി എന്ന് സീതാദേവിക്ക് മനസ്സിലായി. പക്ഷെ സീതാദേവി വിട്ടുകൊടുത്തോ? ഇല്ല, സീതാദേവി ഒട്ടും വിട്ടുകൊടുത്തില്ല. എന്തുമാത്രം ടോർച്ചറാണ് രാവണനും രാക്ഷസി അവരൊക്കെ ചെയ്തത്. പക്ഷെ സീതാദേവി വിട്ടുകൊടുത്തില്ല. അതേപോലെ നമ്മുടെ ഭാഗത്തുനിന്നും ചിലപ്പോൾ സ്ലിപ്പാകാം, മായം പെട്ടുപോകും. പക്ഷേ അവിടെ തന്നെ കിടന്നു പോകരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അന്നേരം അടുത്ത ശ്ലോകം നോക്കാം. ഏവമുക്ത്വാ തസ്യ രാവണസ്യ ശിഖീ പ്രഭവേ ക്രുദ്ധസ്യ ഹരിപര്യന്തേ രക്തനേത്രേ ഭവതു. രാവണ ഇതൊക്കെ പറയുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ്. സദ്യസൗമ്യം പരിത്യജ്യ തീക്ഷ്ണരൂപം സരാവണ സ്വംരൂപം കാലരൂപമാഭം പേജേ വൈശ്രവണ അനുജ. സാധാരണ ഒരു ജെന്റിൽമാൻ്റെ രൂപമൊക്കെ അങ്ങ് വിട്ടു, എന്നിട്ട് വളരെ ശക്തമായിട്ടുള്ള ഭീകര രൂപം എടുത്തു. കണ്ടു കഴിഞ്ഞാൽ യമനെ പോലെ ഉണ്ട്. സംരക്താനയന ശ്രീമൻ തപ്തകാഞ്ചനഭൂഷണ ക്രോധന മഹതാവിഷ്ടോ നീലജീവിത സന്നിഭി ദശാസ്യോ വിശന്തി ഭുജോ ബഹുവർഷണദാചര. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ള ആ രൂപം എടുത്ത് ആരായാലും ഭയപ്പെട്ടു പോകും. എല്ലാവിധ ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് സ പരിവ്രാജകേ ചന്ദ്ര മഹാകായോ വിഹായ തത് പ്രതിപേദേ സ്വകം രൂപം രാവണോ രാക്ഷസരിവ രക്താംബരധരം തസ്യോ സ്ത്രീ രത്നം പ്രേക്ഷ മൈഥിലീം. ആ മൈഥിലിയുടെ മുമ്പിൽ ആ ഭീകരമായിട്ടുള്ള രൂപം എടുത്ത് രാവണൻ നിൽക്കുകയാണ്. സതാം അസിതാക്കേശ അന്താം ഭാസ്കരസ്യ പ്രഭാമ ഇവ വസനാഭരണ ഉപേതാം മൈഥിലീം രാവണോ അബ്രവീത്. എങ്ങനെ അങ്ങനെ മൈഥിലിയെ ഒന്നും കൂടെ ഒന്ന് ആകൃഷ്ടനാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു. ത്രീഷു ലോകേഷു വിഖ്യാതം യദി ഭർത്താരാമിച്ഛസി മാമാശ്രയവരാരോ ഹേ തവ അഹം സദൃശപതി. ത്രിലോകങ്ങളുടെയും പതിയായിട്ടുള്ള എന്നെ പതിയായിട്ട് നീ സ്വീകരിക്കുന്നതല്ലേ നിനക്ക് നല്ലത്. എന്തിനാണ് നീ വെറുതെ സമയം കളയുന്നത്? സീതേ മനസ്സിലാക്കൂ എന്നൊക്കെ പറയുകയാണ്. മാം ഭജസ്വചിരായത്വം അഹം ശ്ലാഘ്യപതി. ഇതാണ് സീതാദേവിയുടെ ഗ്രേറ്റ്നസ്. ആദ്യം മാരീച വന്നപ്പോൾ അറിഞ്ഞില്ല, ഇത് പ്രത്യക്ഷത്തിൽ അറിഞ്ഞു. എന്നിട്ടും ഇത്രയൊക്കെ ശക്തിയുണ്ട്, ഇത്രയൊക്കെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടും സീതാദേവി നോ, നത്തിങ് ഡൂയിങ്. ഒരു കാരണവശാലും നിൻ്റെ കൂട്ടത്തിൽ വരത്തില്ല, നിന്നെ ഞാൻ ഒരിക്കലും സ്വീകരിക്കത്തില്ല, എൻ്റെ പതി രാമൻ തന്നെയാണ്. ആ ഒരു ഉറച്ച തീരുമാനം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം വീണത് അറിയാതെ വീണു എന്ന് മനസ്സിലാക്കിയിട്ടും ഈ ചില ആൾക്കാരൊക്കെ ഇല്ലേ, എന്തോ ചില സിനിമയിലൊക്കെ കണ്ടത് വീണത്, അയ്യോ വീണുപോയോ, അല്ല വീണതല്ല, അത് ഞാൻ എൻ്റെ ഇതൊരു അടവാണ്, അല്ലെ കളരിയുടെ ഒരു അടവാണ് എന്നൊക്കെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അതെന്തുവാണ്? അങ്ങനത്തെ അടവുകളൊന്നും ഇറക്കി അവിടെ തന്നെ കിടക്കരുത്, എഴുന്നേൽക്കണം. വീണതിൽ കുഴപ്പമില്ല, പക്ഷെ വീണതിൽ അഭിമാനിച്ചിരിക്കരുത്. മനസ്സിലായില്ലേ? അതായത് നമ്മളെ കൊണ്ട് ഏകാദശി ഒന്നും നോക്കാൻ പറ്റില്ല, അങ്ങനെ അഭിമാനിക്കുന്ന ആൾക്കാരുണ്ട്. ജപമൊക്കെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ.
ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാരൊക്കെ അല്ലേ ഈ മലയാളം അറിയത്തില്ല, എനിക്കെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഐ ഐ ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക് ഇൻ മലയാളം. മലയാളം എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ മലയാളം അറിയാത്തതിൽ അഭിമാനം കണ്ടെന്ന ആൾക്കാരുണ്ട് മലയാളികൾ. ഇവരൊക്കെ എന്തിനാണോ മലയാളികൾ എന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയത്തില്ല. മനസ്സിലായത്? അവർ പറഞ്ഞാൽ എനിക്ക് എൻ്റെ മോന് മലയാളം അറിയത്തില്ല കേട്ടോ, എന്താണെന്നറിയത്തില്ല, ഇറ്റ്സ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അഭിമാനം കണ്ടെത്തുന്ന ആൾക്കാരാണ്. മലയാളം അറിയത്തില്ല എന്ന് പറയുന്നതിൽ അഭിമാനം കാണുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ലോക പരാജയം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെയൊക്കെ സഹിക്കുക എന്ന് പറഞ്ഞത്. അന്നേരം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഭക്തി ഔട്ട് ഓഫ് ഫാഷനല്ലേ ഇതൊക്കെ. അതായത് ഒരു ബലം പിടിച്ച് എന്തോ സ്റ്റൈലിൽ സംസാരിക്കും. മനസ്സിലായില്ലേ? അന്നേരം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറൻ ആൾക്കാരാണ്. അന്നേരം അതൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെയൊക്കെ സഹിക്കാൻ പറ്റുമല്ലേ നമുക്ക്, അല്ലേ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അന്നേരം മാം ഭജസ്വ ചിരായ ത്വമഹം ശ്ലാഘ്യ പതീതവ ന ഏവ ചഹം കചിത് ഭദ്രേ കരിഷ്യേ തവം വിപ്രയ രചിതാ മാനുഷോ ഭാവോ മയി ഭാവ പ്രണീതാം. എന്നാൽ ഇത്രയും കാലം എൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. രാവണൻ്റെ സീതാദേവി, നീ എന്നെ സ്വീകരിച്ചാൽ ഉടൻ തന്നെ നിനക്ക് ഒരിക്കലും അപ്രീതി ഉണ്ടാകത്തില്ല. ആ മനുഷ്യ രാമൻ്റെ പുറകെ ആര് പോകുന്നു? എന്തിന്? അവനെ വിട്ടേരെ, ബുദ്ധി ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞ് അഴകിയ രാവണൻ കളിക്കാൻ തുടങ്ങി. രാജ്യാച്യുതം അസതി അർത്ഥം രാമം പരിമിതായുഷം കൈഗുണാനുരക്താസി മൂഢേ പണ്ഡിതമാനിനി യസ്ത്രീയാ വചനാത് രാജ്യം വിഹായ സുസർജനം അസ്മിൻ വ്യാരനുചരിതേവനൈ വസതി ദുർമതി. ദുർമതി, എന്തിനാണ് ഈ കാട്ടിൽ നിന്റെ ജീവിതം കളയുന്നത്? ആയുസ്സുള്ള ആ രാമൻ്റെ പുറം എന്തിനാണ് നീ ഇങ്ങനെ കളയുന്നത്? അല്ലേ? നീ എൻ്റെ കൂട്ടത്തിൽ വരൂ, ഭംഗിയായിട്ട് അവിടെ ലങ്കയിൽ പോയി വസിക്കൂ. നിന്നെ പോലെ ഒരു ബുദ്ധിമതി ഇങ്ങനെ തെറ്റൊക്കെ ചെയ്യണോ? ഇത്രയും നല്ലൊരു അവസരം നിനക്ക്. മലയാളം കുരച്ചു അങ്ങനെ കുറച്ച് അവർ പിന്നെ കുറയ്ക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. മലയാളം അറിയത്തില്ല, ഭഗവാനെ അറിയത്തില്ല, ഭക്തി എന്തോന്ന് ഭക്തി, ഇത് പ്രസാദമോ എന്തോന്ന്, ഇതൊക്കെ ഇങ്ങനെ കുറച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെ കാണുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും, അല്ലേ? അന്നേരം അതേപോലെ രാവണനും കുറേ അഴകിയ രാവണൻ കളിച്ചു തുടങ്ങി. ഇതി യുക്ത്വാ മൈഥിലീം വാക്യം പ്രിയ അർഹാം പ്രിയവാദിനാം അഭിഗമ്യ സുദുഷ്ടാത്മാ രാക്ഷസ കാമമോഹിത ജഗ്രാ രാവണ സീതാം ബുധ കേ രോഹിണീമിവ. ഇങ്ങനെ മൈഥിലി എടുത്ത് ഇതൊക്കെ പറഞ്ഞപ്പോൾ രാവണൻ നല്ല മിടുക്കനാണ് സംസാരിക്കാൻ, അല്ലേ? കാരണം പല ആൾക്കാരെയും വഴിതെറ്റിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ലല്ലോ വഴിതെറ്റിക്കാൻ മിടുക്കനാണ് രാവണൻ. മാരീചനെ വഴിതെറ്റിച്ച് അങ്ങനെ വളരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് രാവണൻ കാമത്തിൻ്റെ അഗ്നിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ സീതാദേവിയുടെ കരങ്ങൾ പിടിച്ചു. ഉടൻ തന്നെ സീതയെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയാണ്. വാമേന സീതാം പത്മാക്ഷാം മൂർധജേഷു കരേന സ ഊർവത്തു ദക്ഷിണേന ഇവ പരിജർഹ പാണിന. അങ്ങനെ സീതാദേവിയുടെ കരങ്ങൾ പിടിച്ച് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോവുകയാണ്. തദ്ദൃഷ്ട്വാ ഗിരിശൃംഗഭം വീക്ഷണദൃഷ്ട മഹാഭുജം ഭദ്രവാൻ മൃത്യുസംഘാശം ഭയാർത്ത വനദേവത. എന്നാൽ ഇത് കണ്ടിട്ട് ആ വനദേവതകളൊക്കെ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഭയങ്കര ഒരു അപകടമാണ് രാവണൻ ചെയ്യുന്നത്, അല്ലേ? സച്ച മായാമയോ ദിവ്യഖര യുക്തഖരസ്മൻ പ്രത്യദൃശ്യാത് ഹേമാങ്കോ രാവണസ്യ മഹാരഥ. അങ്ങനെ പുഷ്പവിമാനം ഉടൻ തന്നെ അവിടെ എത്തുകയും പുഷ്പവിമാനത്തിൽ സീതാദേവി കയറ്റി പറക്കുകയാണ് അവിടുന്ന്. തഥാ താം പരുഷേവാക്യ അതി അവിധർജ്യ മഹാസ്വാൻ അങ്കേനാദായ വൈദേഹിം രഥമാരോപ്യ തഥാ. അങ്ങനെ അവിടുന്ന് പറക്കുകയാണ്.
സാ ഗൃഹീതാതിചുക്രോശ രാവണേന യശസ്വിനി രാമ ഇതി സീതാ ദുഃഖാർത്ഥ രാമം ദുരം ഗതം വനേ. അങ്ങനെ സീതാദേവി കരയാൻ തുടങ്ങിയ രാമ രാമ രക്ഷിക്കൂ രാമ എന്ന് പറഞ്ഞ് ആ കാട്ടിൽ വളരെ ഉറക്കെ കരയാൻ തുടങ്ങിയാൻ പാവം സീതാദേവി. ആഗാമാം സ കാമ അർത്ഥ പന്നകൈന്ദ്രമധുമിവ വിവേഷ്ടമാനമാദായ ഉത്പതധരാഭന. രാവണൻ്റെ ഉള്ളിൽ ആ കാമം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം സീതാദേവിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും താല്പര്യമില്ല. അങ്ങനെ സീതാദേവി വളരെയധികം വിഷമത്തിലിരിക്കുകയാണ്. പക്ഷേ രാവണൻ ആ കാമാഗ്നിയിൽ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. ഹാ ലക്ഷ്മണ മഹാബാഹോ ഗുരുചിത്തപ്രസാദക ഹിയമാനാം ന ജനിഷേ രക്ഷസ കാമരൂപിണ. ലക്ഷ്മണ, എന്നെ ഈ രാവണൻ തട്ടിക്കൊണ്ടു പോവുകയാണ്. ലക്ഷ്മണ രക്ഷിക്കൂ. ജീവിതം സുഖമർത്ഥം ച ദമഹത പരിത്യജൻ ഹ്രിയമാനാം ധർമ്മേണ മാം രാഘവാന പശ്യസി. ശ്രീരാമചന്ദ്രമൂർത്തി, അങ്ങ് എപ്പോഴും ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നതല്ലേ? അങ്ങയുടെ ഭാര്യ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന അങ്ങ് കാണുന്നില്ലേ രാമ? നന്നു നാമം അവിനീതാനാം വിനീത അസി പരം തവ കഥമേവം വിധം പാപം നത്വം ശാസിഹി രാവണം. എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ആളല്ലേ ഭഗവാനെ അങ്ങ്? ഈ രാവണനെ എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? ഇങ്ങനെ വളരെയധികം വിഷമിച്ച് സീതാദേവി കരയാൻ തുടങ്ങുകയാണ്. നനു സദ്യോ വിനീതിസ്യ ദശ്യതേ കർമ്മണ ഫലം കാലോ അപി അംഗിഭവതി അത്ര സസ്യാനാം ഇവ ഭക്തി. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീരാമ ഭഗവാൻ അവിടെ വരാം, വളരെ നിഷ്പ്രയാസം രാവണനെ അപ്പം തന്നെ വധിക്കാം. പക്ഷേ രാക്ഷസ ഗണങ്ങളെ മുഴുവൻ നശിപ്പിക്കും. അതിന് നല്ലൊരു കാരണം കിട്ടണം. അതുകൊണ്ട് ഭഗവാനും സീതാദേവിയും കൂടെ പ്ലാൻ ചെയ്ത ഒരു ട്രാപ്പിലാണ് രാവണൻ വീഴുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവാന്റെ യഥാർത്ഥ പത്നി അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് മായാസീതയാണ് രാവണൻ സ്പർശിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം സീതാദേവിയെ വീണ്ടെടുക്കുമ്പോൾ സീതാദേവി മുന്നിൽ വരുമ്പോൾ എല്ലാവരും വാനരന്മാരും എല്ലാ വിഭീഷണാദികളും എല്ലാവർക്കും വലിയ സന്തോഷമാവും. പക്ഷേ ശ്രീരാമചന്ദ്രമൂർത്തി സീതാദേവിയുടെ മുഖത്ത് പോലും നോക്കത്തില്ല. എന്നിട്ട് പറയുന്ന അഗ്നി പരീക്ഷ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ വിഷമമായി. ഇതെന്തോ ഇങ്ങനെ? സീതാദേവിയുടെ മുഖത്ത് പോലും നോക്കില്ല. കാരണം എന്താണ്? ഇത് ഭഗവാന്റെ പത്നിയല്ല, മായാസീതയാണ്. എന്നിട്ട് അഗ്നി പരീക്ഷയിലാണ് ഭഗവാന്റെ യഥാർത്ഥ പത്നി സീതാദേവി പുറത്തു വരുന്നത്. സീതാദേവിയോട് അനുരൂപയായിട്ടുള്ള മായാസീതയെ പോലും ഭഗവാൻ നോക്കത്തില്ല. അന്നേരം ഭഗവാന്റെ ആ ഒരു ഏകപത്നി വ്രതൻ എന്നുള്ള ആ ഒരു പ്രതിജ്ഞയിൽ ഭഗവാൻ ഉറച്ചു നിൽക്കുന്നുണ്ടില്ലേ? അന്യപത്നിമാരെ, അന്യ സ്ത്രീകളെ ആരെയും, മായാസീതയെ പോലും ഭഗവാൻ നോക്കത്തില്ല എന്നുള്ളതാണ്. ശ്രീരാമചന്ദ്രമൂർത്തി കീ ജയ്. നനു സദ്യോ വിനീതസ്യ ദൃശ്യതേ കർമ്മണ ഫലം കാലോ അഭി അംഗീഭവതി അത്ര സസ്യനാമ ഇവ പക്തയേ. നേരത്തേക്ക് പറഞ്ഞു, ഒരു കൃഷി സ്ഥലത്ത് വിത്തിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഫലം ലഭിക്കാറില്ല. ആ വിത്ത് മുളച്ച് അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും. നീ ചെയ്യിപ്പോൾ, നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചെയ്യ്, എനിക്കിതിൻ്റേതായിട്ടുള്ള പണി കിട്ടും രാവണ എന്ന് സീതാദേവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തം കർമ്മ കൃതവാൻ ഏതത്കാല ഉപഹത ചേതന ജീവിത അന്ധകാരം ഘോരം രാമാദ്വ്യസനമാപ്നുഹി. കാലം നിന്റെ ബുദ്ധിയെ നശിപ്പിച്ചിരിക്കുകയാണ്. നിന്റെ ജീവിതം മുഴുവൻ നശിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഹന്ത ഇദാനീം സകാമത്തു കൈഹി ബാന്ധവേ സഹ ഹിരിയേയാം ധർമ്മകാമസ്യ ധർമ്മപത്നി യശസ്വിന. ഞാൻ ധർമ്മപത്നിയാണ് ശ്രീരാമൻ്റെ, ഇനി നിന്റെ കാര്യം പോക്കാണ് രാവണ. ആമന്ത്രിയെ ജനസ്ഥാനം കർണികാരം ച പുഷ്പിതം ക്ഷിപ്രം രാമായ ശംസ്തം സീതാം ഹരതി രാവണ. അങ്ങനെ അവിടെ കർണികാര വൃക്ഷത്തിനോടൊക്കെ പറയുവാണ്,
ശ്രീരാമനോട് ഒന്ന് പറയൂ, എന്നെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയെന്ന്. അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളോടും പല മരങ്ങളോടും ഇതിനോടൊക്കെ പറയുകയാണ്, എന്നെ തട്ടിക്കൊണ്ട് പോകുന്നു, ദൈവത് രാമനോടെ ഒന്ന് അറിയിക്കൂ. ഹംസസാരസ സങ്കുഷ്ട വന്ദേ ഗോദാവരീം നദീ ക്ഷിപ്രം രാമായ ശംസസ്ത്വം സീതായ ഹരതി രാവണ. ഹംസങ്ങളെ, സാരസങ്ങളെ സങ്കുഷ്ഠാം വന്ദേ ഗോദാവരിയും, ഗോദാവരി നദിയെടുത്ത് പറയുകയാണ്, ദൈവത് രാമൻ്റെ അടുത്ത് അറിയിക്കൂ. ദൈവതാനി ചയാന്തി അസ്മിൻ വനെ വിവിധ പാദവേ നമസ്കാരോ മീ അഹം തേഭ്യ ഭർത്തു ശംസത് മാം ഹതം അമൃതം. അങ്ങനെ മരങ്ങളോടും പർവ്വതങ്ങളോടുമൊക്കെ ദേവി പറയുകയാണ്, രാമനോട് അറിയിക്കൂ, രാമനെ അറിയിക്കൂ. യാനി കാനിചത് അപി അത്ര സത്വാനി നിവസന്ത്യുത് സർവാണി ശരണം യാമി മൃഗപക്ഷീഗണാനപി. മൃഗങ്ങളോടും പക്ഷികളോടും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയമാണാം പ്രിയാം ഭർത്തു പ്രാണേഭ്യോ അഭികരീയസം വിവശ പുനഃ അപഹൃത സീത രാവണേന അതിശംസത. അത് സീതാദേവി ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്നു, വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. വിദിത്വാ മാ മഹാബാഹു ആമുത്രഭിമഹാബല അനേഷ്യതി പരാക്രമയ വൈവസ്വത ഹൃതാം അപി. പിന്നെ ദേവി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ തഥാ കരുണാവാചോ വിലംപതി സ ദുഃഖിത വനസ്പതിഗതം ഗൃധ്രം ദദർശായതലോചന. സീതാദേവി ഇങ്ങനെ വിലപിക്കുന്ന കണ്ടിട്ട് ജടായു, പാവം ജടായു ആ ഒരു ദൃശ്യം കാണുകയാണ്. സതാമുദ്ദവീക്ഷ ശുശ്രോണി രാവണസ്യ വശം ഗത സമാംഗ്രതത് ഭയഭരാ ദുഃഖ ഉപഹത്യ ഗിര. അങ്ങനെ രാവണൻ്റെ കൈകളിൽ സീതാദേവി പെട്ടു എന്ന് അറിഞ്ഞിട്ട് ആ ജടായു വരികയാണ്. വളരെ വിഷമത്തോടുകൂടി സീതാദേവി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ജടായു പശ്യമമാര്യ ഹ്രിയമാനാം അനാഥവ്രത് അനേന രാക്ഷസേന്ദ്ര കരുണാം പാപകർമ്മണ. വളരെയധികം കാരുണ്യം തോന്നി ആ ഒരു ജടായുവിന്. ന ഏഷാ വാരീതം ശക്യ ത്വയക്രൂരോ നിശാചര സത്വാഞ്ജിതകാശീ ച സായുധ ചൈവ ദുർമതി. അങ്ങനെ സീതാദേവി ജടായുവിനെ കണ്ടപ്പം പറയുകയാണ്, ജടായു, എന്നെ കണ്ടില്ലേ, ഒരു അനാഥയായിട്ടുള്ള എന്നെ ഈ ഒരു രാവണൻ തട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കൊരിക്കലും ഈ ഒരു രാവണനെ തടയാൻ പറ്റത്തില്ല, കാരണം മഹാശക്തനാണ്, ഇവൻ്റെ കയ്യിൽ ആയുധമുണ്ട് എന്നൊക്കെ ജടായുവിൻ്റെ അടുത്ത് പറയുകയാണ്. രാമായത്തു യഥാ തത്വം ജടായു ഹരണം മമ ലക്ഷ്മണായ ച തത്സർവം ആഖ്യാതവ്യം അശേഷത. എന്നെക്കുറിച്ചുള്ള, എന്നെ തട്ടിക്കൊണ്ട് പോയതെല്ലാം രാമനെ ലക്ഷ്മണനെ അറിയിക്കണം, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഇത്ര മാത്രമേ ജടായുവിൻ്റെ അടുത്ത് സീതാദേവി പറഞ്ഞോളൂ. പക്ഷെ പാവം ജടായു എന്തോ ചെയ്യുന്നു. സീതാദേവി തന്നെ പറഞ്ഞു, ജടായു വിഷമിക്കണ്ട, എനിക്ക് വിഷമമുണ്ട്, പക്ഷെ അങ്ങ് എന്ത് ശ്രമിച്ചാലും ഇവനുമായിട്ട് തടുത്തു നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങ് ഇതിന് ഉദ്യമിക്കണ്ട, അതിൻ്റെ ആ ഉദ്യമമൊക്കെ അങ്ങ് മാറ്റിവെച്ചോളൂ. പക്ഷേ നടന്ന കാര്യമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട രാമനെ അങ്ങ് അറിയിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ജടായു എന്താ ചെയ്തത് നമുക്കറിയാം അല്ലേ. ജടായുവിന് നല്ലപോലെ അറിയാം. സീതാദേവി തന്നെ പറഞ്ഞു, ആയുധമുണ്ട് രാവണൻ്റെ കയ്യിൽ, മഹാശക്തനാണ്, അതുകൊണ്ട് ഇതിന് പരിശ്രമിക്കേണ്ട, യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട, ഇവനുമായിട്ട് യുദ്ധം കൂടണ്ട, എന്നെ രക്ഷിക്കാൻ നോക്കണ്ട എന്നൊക്കെ സീതാദേവി പറഞ്ഞു. പക്ഷേ ജടായു മിണ്ടാതിരിക്കോ നമുക്കറിയാം. തം ശബ്ദം അവസുപ്തസ്യ ജടായു അത ശുശ്രുവേ നിരക്ഷത് രാവണം ക്ഷിപ്രം വൈദേഹിം ച ദദർശസ. അങ്ങനെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ജടായു തഥാ പർവ്വത ശൃംഗാഭ തീക്ഷണ തുണ്ടഖഗൗത്തമ വനസ്പതിഗതം ശ്രീമാൻ വ്യാജഹാര ശുഭാം ഗിരം. അങ്ങനെ ഇടിവെട്ടുന്ന പോലെ ജടായു സംസാരിക്കാൻ തുടങ്ങി രാവണൻ്റെ അടുത്ത്. ദശഗ്രീവസ്ഥിതോ ധർമ്മേ പുരാണേ സത്യസംശ്രയ. വലിയ പർവ്വതം പോലെയാണ്, സാധാരണ പക്ഷിയല്ല ജടായു, വലിയ പക്ഷിയാണ്. അന്നേരം പർവ്വതം വരുന്ന പോലെ തോന്നി രാവണന് മുമ്പിൽ. ശബ്ദവും അതിഗാംഭീര്യമായിട്ടുള്ള ശബ്ദം. ഭ്രാതാ സത്വം നിന്ദിതം കർമ്മ കർത്തും നാർഹസി സമ്പദാം ജടായുനാമനാംന അഹം ഗൃധ്രരാജോ മഹാബല.
സഹോദര രാവണ, നീ ഇത് ചെയ്യുന്നത് വളരെ ഒട്ടും ശരിയല്ല. ഞാൻ പൊതുവെ ധർമ്മത്തിന് വേണ്ടി നിൽക്കൂ. ഞാൻ മഹാശക്തനായിട്ടുള്ള ജടായുവാണ്, മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞു. രാജാ സർവസ്യ ലോകസ്യ മഹേന്ദ്ര വരുണോപമ ലോകാനാം ച യുക്തോ രാമോ ദശരഥാത്മജ. ദശരഥപുത്രനായിട്ടുള്ള രാമൻ ത്രിലോകങ്ങളുടെയും സ്വാമിയാണ്. ലോകത്തിൻ്റെ മുഴുവൻ ഹിതം മാത്രമേ രാമൻ ആഗ്രഹിക്കുന്നുള്ളൂ. തസ്യ ഏഷ ലോകനാഥസ്യ ധർമ്മപത്നി യശസ്വിനി സീതാനാം വരാരോഹ യാം സ്വം ഹർത്തും ഇഹ ഇച്ഛസി. ആ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയാണ് നീ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന. ഇതൊട്ടും ശരിയല്ല. കഥം രാജാസ്ഥിതോ ധർമ്മേ പരധാരാൻ പരാമൃശത് ലക്ഷണീയ വിശേഷണ രാജാധാര മഹാബല. ഒരു രാജാവിന് എങ്ങനെയാണ് ഒരാളുടെ ധർമ്മപത്നി ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? അതുകൊണ്ട് നിന്നെ പോലുള്ള രാജാക്കന്മാരുടെ ക്ഷത്രിയ പരമ്പര അല്ലെങ്കിൽ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അബലയായിട്ടുള്ള സ്ത്രീകളെ രക്ഷിക്കുക എന്നതാണ്. പിന്നെ എന്തുകൊണ്ട് നീ ഇതിങ്ങനെ ചെയ്യുന്നു? നിവർത്തിയ ഗതിം നീചം പരധാര അഭിമർശദനാഥ് ന തത് സമാചരേ ധീരോ യത് പരോ അസ്യ നിഗ്രഹേത് യഥാത്മാനം തദന്യേഷാം ധാരരക്ഷ്യാ വിമർശനാഥ്. അതുകൊണ്ട് നീ ഒരു നീചപ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങൂ. പൊതുവെ മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും നല്ല സജ്ജനങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് സ്വന്തം പത്നിയുടെ മേൽ മറ്റൊരാൾ നോട്ടുവിടുന്നത് ഒരിക്കലും ഒരു ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ല. അതേപോലെ നീയും ഇങ്ങനെ മറ്റൊരാളുടെ പത്നിയെ തെറ്റായിട്ട് നോക്കരുത്, വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. രാജധർമ്മ ച കാമ ച ദ്രവ്യാനാം ച ഉത്തമോ നിധി. ഹരേ കൃഷ്ണ. വീഡിയോ കുറേ നേരം കട്ടായി എന്ന് പറയുന്നു. എന്ത് ചെയ്യാനാ, നെറ്റ് സ്ലോ ആണ് കേട്ടോ. അന്നേരം പല രീതിയിലും ജടായു ഭഗവാനെ രാവണനെ ഉപദേശിക്കുകയാണ്. പാപസ്വഭാവ ച ബല ഖതം തം രക്ഷതാംബര ഐശ്വര്യം അഭിസംപ്രാപോ വിമാനം ഇവ ദുഷ്കൃതി. പല രീതിയിലും സംസാരിക്കുകയാണ്. കാമസ്വഭാവോ യശസോ ന ശക്യത്തം പ്രമാർജിതം നാഹി ദുഷ്ടാത്മാനം ആര്യം അവാസതി ആലയച്ചിരം. ഇങ്ങനെ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് അധികാലം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പല രീതിയിലും ഈ ജടായു രാവണന് ഉപദേശം കൊടുത്തു നോക്കുകയാണ്. വിഷയേ വാ പുരേ വാത യഥാ രാമോ മഹാബല നവരധ്യാതിധർമാത്ത കഥം തസ്യ പരാധ്യസി. രാമൻ ഒരിക്കലും നിന്റെ ലങ്കയിൽ വന്ന് നിന്നെ ആക്രമിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നീ രാമൻ്റെ പത്നി ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നത്? ഇതി ശൂർപ്പണകാഹേതോ ജനസ്ഥാനം ഗതങ്കര അതിവൃത്തോ ഹതോ പൂർവം രാമേന അക്ലിഷ്ടകർമ്മണ അത്ര ഭൂഹി യഥാ തത്വം കുരാമസ്യ വ്യതിക്രമ യസ്യ ത്വം ലോകനാഥസ്യ ഹത്വാ ഭാര്യാം ഗമിഷ്യസി. അന്നേരം പൊതുവെ ഖരനെയൊക്കെ വധിച്ചത് ശ്രീരാമചന്ദ്രമൂർത്തി വധിച്ചു. ശൂർപ്പണഖയെ ഇങ്ങനെ അപമാനിച്ചു. പക്ഷെ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട്. പക്ഷെ അതിന് മറുപടിയായിട്ട് പ്രതികാരമായിട്ട് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നത് അതത്ര നല്ല പരിപാടിയല്ല എന്ന് പറഞ്ഞു. ക്ഷിപ്രം വിസൃജ്യ വൈദേഹീം മാത്വാം ഘോരേണ ചക്ഷുഷ ദേഹദഹന ഭൂതേന വൃത്രം ഇന്ദ്ര അശ്നീയഥ. ഉടൻ തന്നെ വൈദേഹിയെ വിടൂ. ആ അഗ്നിയെപ്പോലെ ഇരിക്കുന്ന രാമൻ്റെ കണ്ണുകളിൽ നിന്ന് വരുന്ന അഗ്നി നിന്റെ കൊട്ടാരത്തെയും എല്ലാത്തിനെയും നശിപ്പിക്കും രാവണ. നിന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ എല്ലാ സ്വത്തുവകളും നശിച്ചു പോവും.
സർപ്പമാശീഷം ബദ്ധാവസ്ത്രാന്തെ അവബുദ്ധ്യസേ ഗ്രീവായാം പ്രതിമുക്തം ച കാലപാശം ന പശ്യസി. നീ വലിയ ഒരു സർപ്പത്തെയാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് നിൻ്റെ ശരീരത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ, ശരീരത്തിന് ചുറ്റും നീ ഒരു സർപ്പത്തെയാണ് കെട്ടിവെച്ചിരിക്കുന്നത്. ഈ സർപ്പം വളരെ വിഷം കൂടിയ സർപ്പമാണ്, നിന്നെ വിഴുങ്ങും, നിന്നെ എല്ലാം നശിപ്പിക്കും എന്ന് പറയുവാൻ. സഭാരം സൗമ്യ ഭർത്തവ്യോ യോ നരം ന അവസാദയേത് തഥാ അന്നം അഭിഭോക്തവ്യം ജീര്യത്തെ യത് അനാമയം. അന്നേരം പൊതുവേ നമ്മൾ എന്തെങ്കിലും ഭാരം ചുമക്കുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഭാരമേ ചുമക്കാൻ പാടുള്ളൂ, അല്ലേ? നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഭാരമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഭാരത്തിൻ്റെ അടിയിൽ നമ്മൾ തന്നെ മരിച്ചു വീഴും എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവയിൽ ഇങ്ങനെ ഒരു വലിയ ഭാരം എടുത്ത് വെക്കരുത്, നിൻ്റെ കാര്യം പോക്കാണ് രാവണ എന്നൊക്കെ പറയുവാണ്. യത് കൃത്വാ ന ഭവേത് ധർമ്മോ ന കീർത്തിന യശധ്രുവം ശാരീരസ ഭവേത് ഖേദക തത്കർമ്മ സമാചരേത്. ഇങ്ങനെ പല രീതിയിലും ഉപദേശം കൊടുക്കാൻ നോക്കുകയാണ്. വൃദ്ധോഹം ത്വം യുവാ ധന്വി സരതകവചീശരി നച അഭിയാദായ കുശലി വൈദേഹിം ന ഗമിഷ്യസി. ഞാൻ വൃദ്ധാവസ്ഥയിലാണ്, നീ യുവാവസ്ഥയിലിരിക്കും. നിൻ്റെ ഈ രഥമുണ്ട്, നിൻ്റെ അസ്ത്രങ്ങളുണ്ട്, കവചമുണ്ട്, പക്ഷേ എനിക്കിതൊന്നും ഇല്ല. പക്ഷേ വൈദേഹിയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നോക്കണേ. ന ശക്തത്വം ബലാധർത്തും വൈദേഹി മമ പശ്യത ഹേതുവി ന്യായ സംയുക്തേ ധ്രുവാദ്വേദി ശ്രുതിമിവ. അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും എൻ്റെ കൺമുന്നിൽ വെച്ച് നീ വൈദേഹിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. യുദ്ധസ്വൈരീശൂരോസി മുഹൂർത്തം ദിഷ്ടരാവണ ശൈഷ്യസേ ഹതോ ഭൂമൗ യഥാ പൂർവം ഖരത്തത. ഒരു നിമിഷം നിൽക്കൂ രാവണ, നിനക്ക് ഇപ്പോഴും നീ ശൂരനാണെങ്കിൽ, വീരനാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യൂ. ആദ്യം പറഞ്ഞു നീ രാമനുമായിട്ട് യുദ്ധം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. രാമനുമായിട്ട് യുദ്ധം ചെയ്ത് രാമനെ തോൽപ്പിച്ചു കാണിക്കൂ എന്നാണ് പറയുന്നത്. അസകൃത സംയുഗേന നിഹിതാ ദൈത്യദാനവ നചിരാത് ചീരഭാസാത്വം രാമോ യുദ്ധവിദിശ്യസി. ആരാണോ വീണ്ടും വീണ്ടും രാക്ഷസന്മാരെയൊക്കെ വധിച്ചത്, ഓരോ സമയത്തും കാലാകാലങ്ങളിൽ അദ്ദേഹമാണ് താഴെ ഇറങ്ങി വരുന്നത്. അദ്ദേഹമാണ് ശ്രീരാമചന്ദ്രമൂർത്തി. നിന്നെയും അധികം താമസിക്കാതെ തന്നെ നിന്നെയും ഈ ഭൂമിയിൽ നിന്നും പ്രത്യക്ഷമാക്കും. കിംനു ശക്യം മയാ കൃത്തം ഗതോ ദൂരം നൃപാത്മജേ ക്ഷിപ്രം തം നശ്യസേ നീചോ തയ ഭീതോ ന സംശയ. എന്നാൽ ഇപ്പോൾ അവർ നിന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ അവരിൽ നിന്ന് ഭയപ്പെട്ടാണ് നീ ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. നഹിമേ ജീവനമാനസ്യ നശ്യസി ശുഭാമിമം സീതാം കമലപത്രാക്ഷിം രാമസ്യ മഹ്യം പ്രിയാം. ഞാൻ എന്തായാലും ജീവനോടിരിക്കുന്നിടത്തോളം കാലം സീതാദേവിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവശ്യം തു മയാ കാര്യം പ്രിയം തസ്യ മഹാത്മന ജീവിതേന അഭിരാമസ്യ തഥാ ദശരഥസ്യ ച. ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും ഇപ്പോൾ നീ സീതാദേവി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണം. തിഷ്ടതിഷ്ട ദശഗ്രീവ മുഹൂർത്തം പശ്യ രാവണ ബൃന്ദാത് ഇവ ഫലം ത്വാം തു പതിനേയാം രഥ ഉത്തമാത് യുദ്ധാദിത്യാം പ്രദാസ്യാമി യഥാ പ്രാണം നിശാചര. നിർത്തു ദശാനന, ഞാൻ പറയുന്നത് നീ കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ഇനി നീയോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഇത് യുക്ത്വാ ക്രോധതാമ്രാക്ഷ തപ്നകാഞ്ചനകുണ്ടല രാക്ഷസേന്ദ്രോ അഭിദുദ്രാവ് പതികേന്ദ്രാമർഷണ. ഇങ്ങനെയൊക്കെ ജടായു പറഞ്ഞപ്പോൾ രാവണൻ്റെ കണ്ണ് ക്രോധം കൊണ്ട് ചുവന്നു. അതിനുശേഷം രണ്ടുപേരുമായിട്ട് യുദ്ധം തുടങ്ങി എന്നുള്ളതാണ്. സസംപ്രഹാര തുമലത്തയോ, രാവണനും ജടായുമായിട്ടുള്ള യുദ്ധമാണ്.
സസംപ്രഹാര ദുഹലോ തയോ തസ്മിൻ മഹാമൃതേ ബഭൂവവാത ഉത്പത്തയോ മേഘയോ ഗഗനേ തഥാ. രണ്ട് വലിയ കാർമേഘങ്ങൾ കൂട്ടിമുട്ടുന്ന പോലെ ഇവർ രണ്ടുപേരുമായിട്ട് കൂട്ടിമുട്ടാൻ തുടങ്ങി. വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു അവിടെ. തദ്ഭൂവദ്ഭുതം യുദ്ധം ഗൃധ്രം രാക്ഷസയോ തഥാ സംഭക്ഷ്യോ മാല്യവത്തോ മഹാപർവതയോ ഇവ. രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോലെ തോന്നി. തതോ നാലീകനാരചൈ തീക്ഷ്ണ അഗ്നി ച വികീർണഭി അഭ്യവർഷതേ മഹാഘോരേ ഗൃധ്രം രാജം മഹാബല. വലിയ യുദ്ധം നടക്കുകയാണ് രണ്ടുപേരും. സതാനീശ്വരജാലാനി ഗൃധ്രം പത്രരഥാശ്വര ജടായു പ്രതിജഗ്രായി രാവണ അസ്ത്രാണി സംയുഗേ. പല രീതിയിലുള്ള അസ്ത്രങ്ങൾ അയച്ചിട്ടും ചിറകുകൾ കൊണ്ട് വളരെ നിഷ്പ്രയാസം അതിനെയൊക്കെ തട്ടി മാറ്റുകയാണ് ജടായു. തസ്യ തീക്ഷ്ണ നഖഭ്യാച്ചു ചരണാഭ്യം മഹാബല ചക്കാര ബഹുധാ ഗാത്രേ പ്രണാന പതകസത്തമ. പക്ഷെ ആ ജടായു വളരെ ശക്തമായിട്ട് രാവണൻ്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ സൃഷ്ടിച്ചു. കാലുകൾ കൊണ്ട്. അധക്രോധാത് ദശഗ്രീവ ജഗ്രാൻ ദശമാർഗണാൻ മൃത്യുദണ്ഡ നിഭാനഘോരാൻ ശത്രു നിധനകാംക്ഷയ. അന്നേരം അതിൽ വളരെ വേദനിച്ചുകൊണ്ട് 10 അസ്ത്രങ്ങൾ എടുത്തു. എന്നിട്ട് അത് നേരെ ജടായുവിന് നേരെ അയച്ചു. സതേ ബാണേ മഹാവീര്യ പൂർണ്ണമുക്തേ ജിഗ്നികൈ ഭവേദ നിഷതേ തീക്ഷ്ണം ഗ്രന്ഥം ഘോരേ ശിലീമുഖേ. അന്നേരം വളരെ ആരുടെയും ജീവനെ എടുക്കാൻ പറ്റുന്ന അസ്ത്രങ്ങൾ ചെവിയുടെ അവിടം വരെ വലിച്ചു നീട്ടിയിട്ടാണ് അസ്ത്രം അയച്ചത് വളരെ ശക്തമായിട്ട്. സരാക്ഷസംരതേ പശ്യാൻ ജാനകീം ബാഷ്പലോചനം അചിന്യയിത്വാ ബാണം താൻ രാക്ഷസം സമഭിദ്രവത്. അന്നേരം ആ അസ്ത്രങ്ങൾ ജടായു നേരെ വരുന്നതായിട്ട് കണ്ടിട്ട് ജടായു നേരെ സീതാദേവിയുടെ കരച്ചിൽ കണ്ടിട്ട് നിൽക്കാൻ പറ്റിയില്ല, നേരെ മുന്നോട്ട് വരികയാണ്. തതോസ്യ സശരം ചാപം മുക്ത മണിഭൂഷിതം ചരണാഭ്യാ മഹാതേജോ ഭുജം പദകോത്തമ. അതിനുശേഷം വഴുതി മാറി നേരെ രാവണൻ്റെ വില്ല് കൊത്തി പൊട്ടിക്കുകയാണെന്നുള്ളതാണ്. കാലുകൾ കൊണ്ട് മാത്രം, കാലും ചുണ്ടുകൾ കൊണ്ടും. തതോ അന്യതാദനുവാദായ രാവണക്രോധമൂർച്ഛിത വർഷശരവർഷാണി ശതശോധ സഹസ്രശ. വീണ്ടും വേറൊരു വില്ലെടുത്ത് എന്നിട്ട് ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ ജടായുവിന് നേരെ അയക്കുകയാണ്. ശരേയാവരാത്തസ്യ സംയുഗേ പതകേശ്വര കുലായാം അഭിസംപ്രാത പക്ഷീവ ബഹോ തഥാ. ഒരു അസ്ത്രങ്ങളുടെ കൂടിൽ പെട്ടുപോയതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു ജടായു. എങ്ങനെയോ ഒരു നേരത്തെ നിർമ്മിച്ച ഒരു കൂട് ലഭിച്ചതുപോലെ ആയിരുന്നു ആ ഒരു അസ്ത്രങ്ങളൊക്കെ ജടായുവിന് നേരെ അയച്ചപ്പോൾ. സതാനീശ്വരജാലാനി പക്ഷാഭ്യാം തു വിദൂയ ജനാഭ്യാം മഹാതേജോജമ്മസ്യ മഹദ്ധനോ. അങ്ങനെ ചിറകുകൾ ഉപയോഗിച്ചും ചുണ്ടുകൾ ഉപയോഗിച്ചും കാലുകൾ ഉപയോഗിച്ചും വളരെ ശക്തമായിട്ട് ആ അസ്ത്രങ്ങളെയൊക്കെ തകർത്തു എന്നുള്ളതാണ്. എന്നിട്ട് രണ്ടാമതും രാവണൻ്റെ വില്ല് ഒടിക്കുകയാണ്. നോക്കണേ, അതായത് നമ്മൾ പല പ്രാവശ്യം ജടായുവും രാവണൻ്റെയും യുദ്ധം കേൾക്കാറുണ്ട്. അതിൽ കേൾക്കുന്നത് രാവണൻ ചന്ദ്രാസം വെച്ച് ഒന്ന് വെട്ടി, അത്രയേ ഉള്ളൂ. പക്ഷെ ജടായുവിൻ്റെ യുദ്ധം കണ്ടോ? എത്ര അസ്ത്രങ്ങൾ അയച്ചിട്ടും ജടായു വില്ല് ഒടിക്കുകയാണ്. ഒന്ന് ആരെ കൊണ്ട് പറ്റും? സീതാദേവി പറഞ്ഞു, ഇതിനൊന്നും പ്രയത്നിക്കേണ്ട, ഞാൻ ഈ എന്നെ തട്ടിക്കൊണ്ടുപോയ വാർത്ത രാമലക്ഷ്മണന്മാരെ അറിയിച്ചാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. പക്ഷിരാജ് ജടായു കീ ജയ്. എത്ര മനോഹരമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അവസാന ശ്വാസം വരെ സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി ജടായു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തച്ചാഗ്നിസദൃശം ദീപ്തം രാവണസ്യ ശരാവനം പക്ഷാഭ്യാം ച മഹാതേജോ വിദുനോത് പതകേശ്വര. ദേവന്മാർ പോലും ഭയപ്പെടുന്ന രാവണന്റെ മുമ്പിൽ ജടായു ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണം. എന്നാലോചിച്ചു, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ചില്ല, അടുത്ത ജടായു വന്ന് രാവണൻ്റെ കവചങ്ങൾ തകർക്കുകയാണെന്നുള്ള, ശരീരത്തിലിരിക്കുന്ന കവചം കൊത്തി പറിച്ച് അതങ്ങ് കളയുകയാണെന്നുള്ള, പൊളിക്കുകയാണെന്നുള്ള. 2 കാലുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും അത് പറിക്കുക എന്നുള്ളത്. എൻ്റെ അച്ഛൻ്റെ സ്ഥലം ജടായു പാറയാണ്. അവിടെ വലിയൊരു
ജടായുവിൻ്റെ സ്മരണയ്ക്കായിട്ട് ജടായു പാറ, ഇവിടെ ജടായുവിൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. പക്ഷി പ്രതിമകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിമയാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാഞ്ചന ഉരച്ഛതാൻ ദിവ്യാൻ പിശാച ബദനാൻ ഖരാൻ താനചസ്യ ജവ സമ്പ്രദാൻ സമ്പന്നാൻ ജഗാൻ സ്മരീരബലി. അതിനുശേഷം ആ ഒരു കുതിരകളെ വരെ ജടായു കൊത്തി അവരെ എല്ലാം അതിൽ നിന്ന് കെട്ടഴിച്ചു എന്നുള്ളതാണ്. അവരെല്ലാം തകർത്തു, വീഴ്ത്തി. ആ പുഷ്പവിമാനത്തിന് കുറച്ച് കുതിരകളുണ്ടായിരുന്നു. അന്നേരം അവിടെയൊക്കെ ആ ഒരു ജടായു കുതിരകളുടെ എല്ലാം കയറുകളൊക്കെ അഴിച്ചു, അവരെല്ലാം വീഴ്ത്തി. അത്തത്രിവേണു സമ്പന്നം കാമകം ഭാവക അർച്ചിഷം മണിസോപാൻ ചിത്രംഗം ഭവജം ച മഹാരഥം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അവസാനം ആ രാവണൻ്റെ രഥം വരെ തകർത്തു എന്നുള്ളതാണ്. രാവണ് നേരെ ചൊവ്വെ നിൽക്കാൻ പോലും പറ്റുന്നില്ല ആ രഥത്തിൽ. പൂർണ്ണചന്ദ്ര പ്രതീകാശം ഛത്രം ച വ്യജനേസ പാദമാനം വേഗേന ഗ്രാഹിഭീ രാക്ഷസോസ. അങ്ങനെ രാവണനെ എപ്പോഴും വീശാനായിട്ട്, ആ രഥത്തിന് വീശാനായിട്ട് കുറേ ആൾക്കാരുണ്ട്, അവരെയും വീഴ്ത്തി എന്നുള്ളതാണ്. ഒരു സമാധാനമായിട്ട് രാവണനെ നിർത്താൻ സമ്മതിക്കുന്നില്ല. സാരഥേ ചസ്യ വേഗേന തുണ്ടേന ച മഹത്ശിര പുനഃവ്യാപഹരത് ശ്രീമൻ പക്ഷിരാജോ മഹാബല. രാവണൻ്റെ രഥം ഓട്ടിക്കുന്ന ആ തേരാളിയുടെ തല കൊത്തി പറിച്ചെടുത്തു എന്നുള്ളതാണ്. സഭഗ്നതന്വാ വിരതോ ഹത അശ്വോ ഹത സാരഥി അങ്കേനാദായ വൈദേഹിം ഭവാദ്ഭവീ രാവണ. ഇങ്ങനെ വില്ലുകളും തകർന്നു, രഥവും ഇല്ല, കുതിരകളും ഇല്ല. അതിനുശേഷം തേരാളിയും കൊന്നു. അതിനുശേഷം വൈദേഹിയെ എടുത്തുകൊണ്ടിരിക്കുകയാണ് രാവണൻ. വൈദേഹിയും തോളിൽ പിടിച്ചുകൊണ്ട് രാവണൻ നേരെ ഭൂമിയിലേക്ക് ചാടി എന്നുള്ളതാണ്. നോക്കണേ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പൊതുവെ നമ്മൾ ജടായു വന്നു, ഉടനെ ചന്ദ്രാസം എടുത്തു, ചിറക് കട്ട് ചെയ്തു, അത്രയും നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷേ നോക്കണേ, എന്തൊക്കെയാണ് ജടായു എന്തുമാത്രം ഫൈറ്റാണ് കൊടുത്തതെന്ന് നോക്കണം. രഥവും പൊളിഞ്ഞു, കുതിരകളും തകർന്നു, തേരാളിയുടെ തല കൊത്തി പറിച്ചെടുത്തു എന്നുള്ളതാണ്. കൊത്തി തല അങ്ങ് എടുത്തു. അന്നേരത്തേക്ക് രാവണന് രക്ഷയില്ലാതായി. എന്നിട്ട് രാവണൻ രഥത്തിൽ നിന്ന് എടുത്ത് ചാടുകൊണ്ട് വേറെ വഴിയില്ല. സീതാദേവി ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ച് രഥത്തിൽ നിന്ന് എടുത്ത് ചാടി എന്നുള്ള. ദൃഷ്ട്വാധിപതിം രാവണം ഭഗ്നവാഹനം സാധു സാധൈതി ഭൂതാനി ഗൃധ്രരാജം അപൂജയൻ. ഇതൊക്കെ കണ്ടിട്ട് ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ സൂപ്പർ ഫൈറ്റ് ജടായു വന്നൊന്ന് സഹായിക്കുക, അതുമില്ല അല്ലേ. ഇതിനെ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പരിശ്രാന്തം തൂ തം ദൃഷ്ട്വാ ജരയ പക്ഷിയൂഥപം ഉത്പാത് പുനർദൃഷ്ട്വാ മൈഥിലീം ഗ്രഹ്യ രാവണ. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് രാവണൻ വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. കാരണം കുരുട്ട ബുദ്ധിയാണ് രാവണൻ. മനസ്സിലായി, ജടായു സ്വന്തം ശക്തി പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു. വൃദ്ധാവസ്ഥയിലാണ്, പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ട് രാവണനെ മൂക്കൊണ്ട് ഇക്ഷ വരച്ചു എന്ന് തന്നെ പറയാം. ഇത്രയും ദേവന്മാരുണ്ടായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നോ? ജടായു മാത്രമേ വന്നുള്ളൂ. സീതാദേവി പറയുകയും ചെയ്തു, ജടായു നീ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല, ഇത് രാമനെ ഒന്ന് അറിയിച്ചാൽ മാത്രമെന്നാണ് പറഞ്ഞു. പക്ഷെ ജടായു മിണ്ടാതിരുന്നോ? രഥത്തിൽ നിന്ന് വീഴ്ത്തിയ രാവണനെ. മനസ്സിലായില്ലേ? അതിലുടൻ തന്നെ രാവണൻ നോക്കിയപ്പോൾ മനസ്സിലായി, ജടായു തളർന്നിരിക്കുകയാണ്, ജടായുവിൻ്റെ എനർജി തീരാറായിരിക്കുകയാണ്. അതുകൊണ്ട് രാവണന് വലിയ സന്തോഷം. ഇനി ജടായുവിൻ്റെ കാര്യം പോക്കാം എന്നൊക്കെ രാവണൻ വിചാരിച്ചിരുന്നിട്ട് വാളെടുത്തു, ചന്ദ്രാസം എടുത്തു. വീണ്ടും ആകാശത്തിലേക്ക് ഉയർന്നു രാവണൻ.
തം പ്രഹർഷ്ടം നിധായങ്കേ രാവണം ജനകാത്മജ ഗച്ഛന്തം ഖഗ്ഗശേഷം ച പ്രണഷ്ടഹതസാദനം ഗദ്രരാജം സമുത്പത്യ രാവണം സമഭിദ്രവത് സമാവര്യം മഹാതേജ ജടായു ഇതമബ്രവീത്. രാവണൻ്റെ എല്ലാ ആയുധങ്ങളും തകർന്നിരിക്കുകയാണ്, വാള് മാത്രമേ ഉള്ളൂ. അന്നേരം രാവണൻ ഉയർന്നപ്പോൾ അവനെ ഫുൾ തകർക്കാനായിട്ട് ജടായു ഫുൾ അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി തന്നെ പറക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് വർജേ സംസ്പർശ്യ ബാണസ്യ ഭാര്യാം രാമസ്യ അല്പബുദ്ധേ ഹരസേനം വധായ ഖലു രാക്ഷസാം. രാവണനോട് സീതാദേവി പറയാണ്, ദുഷ്ട രാവണ, രാമൻ വില്ല് കുലച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല, നിന്റെ നാശം സുനിശ്ചിതമാണ് എന്നൊക്കെ പറയാം. സമിത്രബന്ധു സാത്മയാ സഫലസ പരിചിത വിഷപാനം വിഭസിയേ തത് വിഭസിരിയേവ ഉദകം. വെള്ളം കുടിക്കുന്ന പോലെ നീ ഇപ്പോൾ വിഷമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഈ ഒരു വിഷത്തിൽ എല്ലാം തീരാൻ പോവുകയാണ്. അനുബന്ധമജാനന്ദം കർമ്മണം വജിക്ഷണ ശീഘ്രമേവ വിനശ്യന്തി തഥാത്വം വിനശിഷ്യംസി. നിന്റെ നാശം സുനിശ്ചിതമാണ് രാവണ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ബത്വം കാലപാശേന കാഗത തസ്യ മോക്ഷസേ. ഹരേ കൃഷ്ണ. 27ാമത്തെ ശ്ലോകം വരെ ആയിരിക്കുകയാണ്. ബാക്കി നമുക്ക് വൈകുന്നേരത്ത് ചർച്ച ചെയ്യാം. നോക്കണേ, നമ്മളെപ്പോഴും വിചാരിക്കും ജടായു വന്നു, രാവണൻ ചെറുകെടുത്ത് ഒന്ന് കട്ട് ചെയ്തു, അത്രയേ ഉള്ളതാണ്. വാളെടുത്ത് ജടായുവിൻ്റെ ചിറക് കട്ട് ചെയ്തു, അതോടുകൂടി പാവം വീണു എന്നാണ്. പക്ഷെ നോക്ക്, രാവണൻ്റെ രഥം തകർത്തു, 2 പ്രാവശ്യം വില്ല് തകർത്തു, അസ്ത്രങ്ങളെല്ലാം നശിപ്പിച്ചു, തേരാളിയെ തകർത്തു, കുതിരകളെല്ലാം തകർത്തു. അവസാനം രാവണൻ താഴെ വീണു. സീതാദേവിയും പിടിച്ചുകൊണ്ടാണ് വീഴുന്നത്. എന്നിട്ടും സീതാദേവി വിടുന്നില്ല എന്നുള്ളത്. അവസാനം രാവണന് പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ നോക്കിയപ്പോൾ മനസ്സിലായി ജടായു ക്ഷീണിതനാണ്. കാരണം വൃദ്ധാവസ്ഥയിലായിരുന്നു. ചെറുപ്പമായിരുന്നെങ്കിൽ രാവണൻ്റെ കാര്യം പോക്കായിരുന്നു. അതുകൊണ്ട് എന്തായാലും രാവണന് മനസ്സിലായി ഇനി അധികം നേരം ജടായുവിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും രാവണൻ ആകാശത്തേക്ക് ഉയരുകയാണ്. അന്നേരം ജടായു ഉയർന്നു വരികയാണ് രാവണനെ നശിപ്പിക്കാനായിട്ട്. അന്നേരമാണ് ജടായു ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ പറയുന്നത്. ഇനി നമുക്ക് വൈകുന്നേരത്ത് നോക്കാം എന്താണ് ജടായു അടുത്തത് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 2 പക്ഷി ശ്രേഷ്ഠരെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലേ. ആ ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവാന്റെ കാക്ക, ഭക്തനായിട്ടുള്ള ഒരു കാക്കയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ജടായുവിനെ കുറിച്ച് ചർച്ച ചെയ്തു. ആ 2 പക്ഷി ശ്രേഷ്ഠരുടെ മുമ്പിലും നമുക്ക് നമസ്കരിക്കാം. എത്ര മഹത് വ്യക്തികളാണ് ഇവരൊക്കെ അല്ലേ. ഇനി നമുക്ക് വൈകുന്നേരത്ത് ബാക്കി ജടായു എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ജടായുവിൻ്റെ ആ ത്യാഗം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഒരു ഭക്തൻ എങ്ങനെ ഇരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. പക്ഷിശ്രേഷ്ഠ ജടായു സ്വാമി കി ജയ്, ലക്ഷ്മണ സ്വാമി की जय, श्री रामचंद्र भगवान की जय, लक्ष्मण भरत शत्रुघ्न स्वामी की जय, सीता मैया की जय, हनुमत स्वामी की जय, ग्रंथराज श्रीमद् रामायणम की जय. निताय गौर प्रेमानंदे. हरि हरि बोल.